പ്രിയമുള്ളവർ, അസ്സലാമു അലൈക്കും. നമ്മൾ ആദ്യമായിട്ട് ജോലി അന്വേഷിച്ച് കുവൈത്തിൽ വന്നപ്പോൾ എയർപോർട്ടിൻ്റെ പുറത്ത് നിങ്ങളെ കാത്തിരുന്ന ഒരാളില്ലേ? ഇല്ലേ? ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഇതുവരെയുള്ള ഈ ജീവിതയാത്രയിൽ നമ്മുടെ കൂടെ കൂടിയ കുറേ മനുഷ്യർ, അതിൽ ചില ആളുകളെ നമുക്ക് മറക്കാനേ കഴിയില്ല. അവർ നമ്മുടെ ഏകാന്തതയ്ക്ക് കൂട്ടായിരുന്നു, നമ്മുടെ ഭയത്തിന് അഭയമായിരുന്നു, നമ്മുടെ ഏതൊക്കെയോ അരക്ഷിതമായ നിമിഷങ്ങളിൽ നമ്മെ താങ്ങി നിർത്തിയ ഘടകങ്ങളായിരുന്നു. അങ്ങനെ ഏതോ ചില മനുഷ്യർ, നമ്മളാക്കിയ കുറച്ച് മനുഷ്യർ. ആ മനുഷ്യരോട് ഒരു സെക്കൻഡ് ഒന്ന് കണ്ണ് ചിമ്മിയിട്ട് ഒരു താങ്ക് യു പറയോ? കണ്ണ് ചിമ്മിയിട്ട് ആ മനുഷ്യരുടെ മുഖം ഒരു സെക്കൻഡ് മനസ്സിലോർത്ത് താങ്ക് യു. ലോകത്തെ എല്ലാ മനുഷ്യന്മാർക്കും ഒരേപോലെ കിട്ടിയ ഒരേ ഒരു കാര്യമുള്ളൂ. ഏതാ? പൈസ ഒരേപോലെയാണോ? രൂപം ഒരേപോലെയാണോ? സൗകര്യങ്ങൾ ഒരേപോലെയാണോ? എല്ലാത്തിലും വ്യത്യാസമുണ്ട്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ താളമാണ് ആ വ്യത്യാസം. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ കിട്ടിയ ഒരേ ഒരു കാര്യമുള്ളൂ, സമയം. അല്ലേ? എല്ലാവർക്കും 24 മണിക്കൂറാണ്. പക്ഷെ ചില മനുഷ്യർ ആ 24 മണിക്കൂർ കൊണ്ട് വിപ്ലവങ്ങൾ ഉണ്ടാക്കും. എത്ര കാലം ജീവിച്ചു എന്നുള്ളതൊന്നൊരു വിഷയമേ അല്ല. ഒരാൾ എന്താണ് ബാക്കിയാക്കിയത് എന്നുള്ളത് മാത്രമാണ് വിഷയം. അല്ലേ? കേരളത്തിലെ വളരെ പ്രസിദ്ധനായൊരു ചിത്രകാരനുണ്ട്. അദ്ദേഹം മരിച്ചപ്പോഴേക്ക് വരച്ചത് 1500 ചിത്രങ്ങളാണ്. തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ലാത്ത ആളാണ്. പക്ഷേ തൃശ്ശൂർ പൂരത്തിൻ്റെ നിരവധി ചിത്രങ്ങൾ അദ്ദേഹം വരച്ചിട്ടുണ്ട്. ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ കണ്ട് എത്രയേറെ ചിത്രങ്ങളാണെന്നറിയോ? അത്ഭുതപ്പെടുത്തുന്ന ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അയാൾ മരിച്ചപ്പോൾ എത്രയായിരുന്നു പ്രായം എന്നറിയോ? 4 വയസ്സ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരാളെക്കുറിച്ച്? ക്ലിൻ്റ് 4 വയസ്സിൽ മരിച്ചുപോയ ആളാണ്. 1500 ചിത്രങ്ങളാണ് വരച്ചത്. നിങ്ങൾ വെറുതെ ഗൂഗിളിലൊന്ന് ക്ലിൻ്റിൻ്റെ ചിത്രങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അപ്പം അറിയാം ആ അത്ഭുതം എന്തായിരുന്നു എന്ന്. ആകെ ജീവിച്ചതേ 4 കൊല്ലം. പക്ഷെ ബാക്കിയാക്കിയത് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതൊന്നൊരു വിഷയമേ അല്ല. ജീവിച്ച വർഷങ്ങളല്ല, വർഷിച്ച ജീവിതമാണ് പ്രധാനം എന്ന് പറയാറില്ലേ? ഒരു പെൺകുട്ടിയുടെ കഥയുണ്ട്. അവൾ വലിയൊരു ഷോപ്പിംഗ് മാളിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ KFC ഒക്കെ പോലെയുള്ളൊരു കടയിലാണ് ജോലി ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ പോയിട്ട് വൈകിട്ട് 6 മണിയാകുമ്പോഴേക്ക് തിരിച്ചു വരാറുള്ള ആളാണ്. പക്ഷെ ഒരു ദിവസം അച്ഛനുമായിട്ട് എന്തോ ഒരു കാര്യത്തിൽ വഴക്കിട്ട്, അമ്മയില്ല, അച്ഛനുമായി വഴക്കിട്ട് ആ ദിവസം അവൾ സാധാരണ വരാറുള്ള സമയത്ത് വീട്ടിലേക്ക് എത്തിയെന്നില്ല. 6 മണി, 7 മണിയായി, 8 മണിയായി, 9 മണിയായി, 10 മണിയായി. അച്ഛനാകെ ബേജാറായി. സുഹൃത്തിനെ വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അവൾ എത്താൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും വിളിച്ചന്വേഷിക്കുന്നു, പോയി നോക്കുന്നു, ഫോണിൽ വിളിക്കുന്നു. കുറച്ച് സമയമൊക്കെ അവളുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണും റിങ് ചെയ്യുന്നില്ല, അവളെ കാണുന്നില്ല. ആകെ പേടിച്ചിട്ട് അവൾ എത്താൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് നോക്കി, ആളില്ല. അവസാനമാണ് അവൾ ജോലി ചെയ്യുന്ന ഷോപ്പിംഗ് മാളില്ലേ, അവിടേക്ക് വരുന്നത്. അതിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിട്ട് അവർ കൂടിയിരുന്ന് എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് അങ്ങോട്ടൊരാളിങ്ങനെ പതുക്കെ നടന്നു വന്ന് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയണേ? നിങ്ങൾ എന്താ തിരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, എൻ്റെ മോളെ കാണാനില്ല,
ഈ ഷോപ്പിംഗ് മാളിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ്. 6 മണിക്ക് സാധാരണ വീട്ടിലേക്ക് വരാറുള്ള ആളാണ്, ഇതുവരെയും വന്നിട്ടില്ല. ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? അതെ, ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. നിങ്ങളുടെ മോളുടെ ഫോട്ടോ വല്ലതുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരുമോ? അച്ഛൻ ഫോൺ എടുത്തിട്ട് മോളുടെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുത്ത്, അപ്പോൾ ആ പാവം സെക്യൂരിറ്റി ജീവനക്കാരൻ അച്ഛനോട് പറഞ്ഞു, ഈ മോളെ എനിക്കറിയാം, ഇവളിന്ന് രാവിലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, പക്ഷേ വൈകിട്ട് തിരിച്ചു പോയിട്ടില്ല. നിങ്ങൾ അവളെ വേറെ എവിടെയും തിരയണ്ട, വേറെ എവിടെയും അവളെ തിരയണ്ട, അവൾ ഇതിനകത്തുണ്ട്, എനിക്ക് ഉറപ്പാണ് എന്ന്. ശരിയായിരുന്നു. അവൾ ജോലി ചെയ്യുന്ന ആ KFC ഒക്കെ പോലെയുള്ള സ്ഥാപനത്തിൻ്റെ അകത്തെ ഫ്രീസറിൻ്റെ ഉള്ളിൽ ലോക്കായി പോയതാണ് അവൾ. ഐസ് പോലെ കിടക്കുന്നുണ്ട്. വേഗം എടുത്തു കൊണ്ടുപോകുന്നു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, തീവ്ര പരിചരണം നൽകുന്നു. പതുക്കെ പതുക്കെ അവളിങ്ങനെ രക്ഷപ്പെടാൻ തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം ICUവിൻ്റെ പുറത്ത് അച്ഛനിരിക്കുമ്പോൾ ഒരാൾ ആ ആശുപത്രിയിലേക്ക് നടന്നു വരുന്നുണ്ട്. അച്ഛൻ്റെ മുന്നിലേക്ക് വന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, മോൾ രക്ഷപ്പെട്ടില്ലേ? മോൾ രക്ഷപ്പെട്ടു. അപ്പോൾ അച്ഛൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുകയാണ്, അല്ല, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ ഒരു ഷോപ്പിംഗ് മാള്? അവിടെ എൻ്റെ മോള് രാവിലെ വന്നിട്ട് വൈകിട്ട് തിരിച്ചു പോയിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ആയിരക്കണക്കിന് മുഖങ്ങൾ ഒരു ദിവസം കാണുന്ന ആളാണ്. അതിൽ നിന്ന് എൻ്റെ മോളുടെ മുഖം മാത്രം നിങ്ങളെ മനസ്സിൽ എങ്ങനെ പതിഞ്ഞു? അവൾ വൈകിട്ട് തിരിച്ചു പോയിട്ടില്ല എന്ന് എങ്ങനെ മനസ്സിലായി? അപ്പോൾ ആ ചോദ്യത്തിന് പെട്ടെന്നൊന്നും മറുപടി പറയാൻ കഴിയാതെ ആ സെക്യൂരിറ്റി ജീവനക്കാരൻ ഒന്ന് കാത്തിരുന്ന് അച്ഛനോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ശരിയാ, ആയിരക്കണക്കിന് ആളുകളൊക്കെ വരുന്ന സ്ഥലമാണ് സാറേ, പക്ഷെ നിങ്ങളുടെ മോളില്ലേ, അതൊരു വല്ലാത്ത മോളാണ്. അവൾ രാവിലെ ഷോപ്പിംഗ് മാളിലേക്ക് വരുന്ന സമയത്തും വൈകിട്ട് തിരിച്ചു പോകുന്ന സമയത്തും ഞാൻ എത്ര ദൂരെയാണെങ്കിലും ഒന്നിങ്ങനെ കൈ കാണിച്ചിട്ട് എനിക്കൊരു സലാം തരും. ഒന്നിങ്ങനെ കൈ കാണിച്ചിട്ട് എനിക്കൊരു സലാം തരും. അങ്ങനെ കൈ കാണിക്കാൻ വേണ്ടിയിട്ടേ ആ പെൺകുട്ടി ചെലവഴിച്ചത് എത്ര കുറച്ച് സെക്കൻഡുകളായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ ഒരു ദിവസം മുഴുവനും വെയിൽ കൊള്ളാൻ ആ മനുഷ്യന് ആ ഒരൊറ്റ കൈവീശലിൻ്റെ ഊർജം മതി, ആ ഒരൊറ്റ കൈവീശലിൻ്റെ തണുപ്പ് മതി. ഒരു പകൽ മുഴുവനും വെയിൽ കൊള്ളാൻ ആ മനുഷ്യൻ അതൊരു ഊർജമാണ് അല്ലേ? നമ്മൾ ഷോപ്പിംഗ് മാളിലേക്കൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോഴേ നമ്മുടെ കാറൊക്കെ റെഡിയാക്കാനും സൈഡാക്കാനും വണ്ടി എടുക്കാനും ഒക്കെ സഹായിക്കുന്നൊരു പാവം മനുഷ്യൻ അവിടെ ഉണ്ടാവില്ലേ? നമ്മൾ വണ്ടി എടുത്ത് പോരാൻ നേരത്ത് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഒന്നിങ്ങനെ താഴ്ത്തിയിട്ട് അയാൾക്കൊന്ന് കൈ കാണിച്ചിട്ട് എന്താണ് പേര്, അയാൾ പേര് പറയുന്നു, താങ്ക് യു എന്ന് പറയുന്നു. ആ ഒരു പ്രവർത്തനമില്ലേ, ആ ഒരു വാക്കില്ലേ, അത് തൊട്ടപ്പുറത്തിരിക്കുന്ന ആ 4 വയസ്സുകാരനില്ലേ നമ്മുടെ കുഞ്ഞ്, ആ കുഞ്ഞിന് കൊടുക്കുന്നൊരു മെസ്സേജുണ്ട്. ആ വലിയ ഷോപ്പിംഗ് മാളിൽ നിന്ന് നിങ്ങൾക്ക് അവന് വാങ്ങിക്കൊടുക്കാവുന്ന ഏറ്റവും വലിയ കളിപ്പാട്ടത്തെക്കാളും മൂല്യമുള്ള ഒന്നായിരിക്കും അത്. വാങ്ങിക്കൊടുത്ത കളിപ്പാട്ടങ്ങളൊക്കെ കേടുവരും, പക്ഷെ മൊമെൻറ്റ്സ് അത് മായൂല. ഒരു മനുഷ്യന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താ? മൊമെൻറ്റ്സ്. അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത്? കുറച്ച് മൊമെൻറ്റ്സ്. അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത്? എന്താ ആദ്യം വരിക? കുറച്ച് മൊമെൻറ്റ്സാണ് വരിക. ഏതൊരു മനുഷ്യന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം അതാ, മൊമെൻറ്റ്സ്. മനുഷ്യൻ്റെ വിലയുണ്ടല്ലോ, മനുഷ്യൻ്റെ വില അതാ. വിശുദ്ധ ഖുർആനിൽ പഠിച്ചവൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? മനുഷ്യരായ മനുഷ്യരെ മുഴുവനും പഠിച്ചവൻ ബഹുമാനിക്കുന്നു എന്ന്. സ്നേഹിക്കുന്നു എന്നല്ല, ബഹുമാനിക്കുന്നു എന്ന്. സ്നേഹത്തിൻ്റെയൊക്കെ എത്രയോ മുകളിലുള്ള പദമാണ് ഉപയോഗിച്ചത്. മനുഷ്യരായ മനുഷ്യരെ മുഴുവനും ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അങ്ങനെ ഒരു പഠിച്ചവനില്ല എന്ന് പറയുന്നവർ പോലും ഉണ്ടല്ലോ.
അങ്ങനെ ഒരു പടച്ചോൻ ഇല്ല എന്ന് പറയുന്നവരെ പോലും പടച്ചോൻ ബഹുമാനിക്കുന്നു എന്നാണ്. വലഖദ് കറംനാ ബനി ആദം എന്ന് പറഞ്ഞാൽ മനുഷ്യരായ മനുഷ്യരെ മുഴുവനും ബഹുമാനിക്കുന്നു. പടച്ചോനില്ല എന്നൊരു പറയുന്ന ഒരാളെ നമ്മൾ ബഹുമാനിക്കുമോ? നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ബഹുമാനിക്കുമോ? ബഹുമാനിക്കുന്നത് പോയിട്ട് വല്ല അടുപ്പവും കാണിക്കുമോ? നമ്മുടെ സ്വത്ത് പോലും ചിലപ്പോൾ കൊടുത്തില്ല എന്ന് വരും. പക്ഷെ പടച്ചോൻ എന്താ പറയുന്നത്? വലഖദ് കറംനാ ബനി ആദം. മനുഷ്യരായ മനുഷ്യരെ മുഴുവനും പടച്ചവൻ ബഹുമാനിക്കുന്നു. അതെന്തിനായിരിക്കും നമ്മളോട് പറഞ്ഞ? ഒരു മനുഷ്യൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. റെസ്പെക്റ്റ് എന്നല്ലേ ബഹുമാനിക്കുന്നതിന് ഇംഗ്ലീഷിൽ പറയാ. ശരിക്കും ആ വേർഡിൻ്റെ എറ്റിമോളജി എന്താണെന്നറിയോ? റീസ്പെക്ചറാണ്, ഒന്നുകൂടെ നോക്കലാണ്. ഒറ്റ കാഴ്ചയിൽ ചിലപ്പോൾ നമുക്ക് ആ മനുഷ്യൻ ഭിക്ഷക്കാരനായിരിക്കും. പക്ഷെ ഒന്നുകൂടെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക നമ്മൾ സങ്കല്പിച്ചതിൻ്റെയും എത്രയോ അപ്പുറത്തുള്ള ആളാണ്. നമ്മൾ വളരെ കുറച്ചേ മനുഷ്യന്മാരെ കാണുന്നുള്ളൂ, കുറച്ചേ നമ്മൾ അറിയുന്നുള്ളൂ. കുറേ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മളടുത്തേക്ക് വരുമ്പോൾ പോലും അയാൾ 10% പോലും പറയുന്നില്ല എന്നാണ്. പറയാൻ കഴിയില്ല എന്ന്. 10% പോലും ഒരാൾക്ക് അയാളുടെ ഉള്ളിലുള്ളത് പറയാൻ കഴിയില്ല. ബാക്കിയൊക്കെ അയാളുടെ കണ്ണിലും സങ്കടത്തിലും താഴേക്ക് നോക്കിയുള്ള ഇരുത്തത്തിലും കരച്ചിലും പുഞ്ചിരിയിലും ദേഷ്യത്തിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചെടുക്കണം. വളരെ കുറച്ച് നമ്മൾ മനുഷ്യന്മാരെ അറിയുന്നുള്ളൂ. അപ്പോൾ വല്ലാതെ നമ്മുടെ മുന്നിൽ ഒരാളിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴേ, നമ്മുടെ വീട്ടിലാവാം സൗഹൃദത്തിലാവാം, ഒരാളിങ്ങനെ വല്ലാതെ ദേഷ്യപ്പെടുമ്പോഴേ അയാളടുത്ത് ചെന്നിട്ട് എന്താണ് ഇപ്പം ഇത്ര വലിയ ദേഷ്യം എന്ന് ചോദിക്കുന്നതിന് പകരം എന്താ ഇപ്പം ഇത്ര വലിയ ദേഷ്യം എന്ന് ചോദിക്കുന്നതിന് പകരം എന്താ ഇപ്പം ഇത്ര വലിയ സങ്കടം എന്നൊന്ന് ചോദിച്ചു നോക്കൊണ്ടു. അതെന്താണെന്നൊന്നും അയാൾ പറയില്ല. പക്ഷെ കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതെ നിൽക്കും നമ്മളെ ഇങ്ങനെ നോക്കിയിട്ട്. മനുഷ്യന്മാർ വളരെ കുറച്ചേ പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ വായിച്ചെടുക്കേണ്ടതാണ്. പുറം കാഴ്ചകൾ എന്നുള്ള പേരിലുള്ള ഒരു ഷോർട്ട് ഫിലിമുണ്ട്. 20 മിനിറ്റ് എങ്ങനെ ഉള്ളൂ. മമ്മൂട്ടി അഭിനയിച്ചതാണ്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഒരു 4-5 ചെറിയ ഷോർട്ട് ഫിലിമുകളുടെ ഒരു ആന്തോളജിയിലുള്ള ഒരു മൂവിയാണ് പുറം കാഴ്ചകൾ. അതിലൊരു ബസ്സിലേക്ക് ഈ കഥാപാത്രം കയറി വരികയാണ്. ഒരാളുടെ അടുത്ത് വന്നിരിക്കുന്നു. കുറച്ച് സമയം ബസ് ഇങ്ങനെ കഴിഞ്ഞ് ബസ് യാത്ര തുടങ്ങുന്ന സമയത്ത് ആ അടുത്തിരിക്കുന്ന ആൾ ഇദ്ദേഹത്തോട് എന്തോ ചോദിക്കുന്നു. നമ്മളിപ്പോൾ എത്ര ഉയരത്തിലാണ് ഈ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നോ മറ്റോ ആണ് അയാൾ ചോദിച്ചത്. അതിന് ഉത്തരം പറയുകയല്ല ഇയാൾ ചെയ്യുന്നത്, ഇയാൾ ദേഷ്യപ്പെടുക ചെയ്യുന്നത്. ആ ബസ് അതിൻ്റെ സ്റ്റോപ്പിലല്ലാത്ത സ്ഥലങ്ങളിൽ നിർത്തുമ്പോഴൊക്കെ ഇയാൾ ദേഷ്യപ്പെടുകയാണ്. ആ ബസ്സിലേക്ക് കുറച്ച് കോളേജ് കുട്ടികൾ കയറി വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ പ്രായത്തിലുള്ള കുട്ടികൾ വളരെ ജോളിയായിരിക്കുമല്ലോ. അവൾ കളിക്കുന്ന തമാശ പറയുന്നുണ്ട്, ആർത്ത് ചിരിക്കുന്നുണ്ട്, ഓരോരോ കാഴ്ചകൾ കാണുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇയാൾ ഭയങ്കര ദേഷ്യക്കാരൻ. വെള്ളച്ചാട്ടം കാണുന്ന സമയത്ത് ബസ് അവിടെ നിർത്താൻ പറയുന്നു കുട്ടികൾ. എന്നിട്ട് ബസ്സിൽ നിന്ന് കുട്ടികളെല്ലാം ഇറങ്ങി ആ കാഴ്ചയൊക്കെ കാണുന്നതൊന്നും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇയാൾ എല്ലാവരോടും ദേഷ്യം, ഒരു ചൂടൻ. ആ ബസ് യാത്രയുടെ തന്നെ രസം കളയുന്ന അത്രയും ദേഷ്യം. ആർക്കും ഇയാളെ അക്കമഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കുറേ ദൂരം കഴിഞ്ഞപ്പോഴേ ഇയാളൊരു സ്ഥലത്ത് വണ്ടി നിർത്താൻ പറഞ്ഞു. അവിടെ സ്റ്റോപ്പില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബസ്സിലുള്ളവരൊക്കെ ഇയാൾക്കെതിരെ തർക്കിച്ചു. ഇത്രയും നേരം നിങ്ങളിതല്ലേ പറഞ്ഞത്, ബസ് നിർത്തരുത് എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് വണ്ടി നിർത്തണം എന്നാണോ? വണ്ടി ഇവിടെ നിർത്തൂല എന്ന് പറഞ്ഞു ഡ്രൈവർ. ആ സമയത്ത് ഇയാൾ എഴുന്നേറ്റ് നിന്നിട്ടൊരു അലർച്ചയായിരുന്നു, നിർത്തടോ എന്ന് പറഞ്ഞിട്ട്. ഡ്രൈവർക്ക് അറിയാതെ ബ്രേക്കിൽ ചവിട്ടേണ്ടി വന്ന് ബസ് നിർത്തി. ആ ബസ്സിൽ നിന്ന് അയാൾ ഇറങ്ങുന്നു. അയാൾ ഇറങ്ങിയ പാടെ കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ അയാളെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. ആളുകളിങ്ങനെ വട്ടം കൂടി നിൽക്കുന്നൊരു വീട്ടിലേക്ക് രണ്ടാളുകളും പതുക്കെ കരഞ്ഞുകൊണ്ട് നടന്നു പോകുന്നു. പിറകെ ഒരു ആംബുലൻസ് ആ വീട് ലക്ഷ്യമാക്കി ഇങ്ങനെ വരുന്നതും കാണാം. ആ വീട്ടിലേക്ക് കയറിപ്പോകുന്ന മനുഷ്യനെ ആ ബസ്സിലുള്ള മുഴുവൻ ആളുകളും
നേരിയ ഒരു കുറ്റബോധത്തോടെ നോക്കി നിൽക്കുന്നിടത്താണ് ആ ചിത്രം അവസാനിക്കുന്നത്. ചൂടൻ, ദേഷ്യക്കാരൻ എന്നത്രയും നേരം അവർ വിളിച്ച ആളുടെ ഉള്ളിൽ പൊള്ളി നിൽക്കുന്നൊരു കനലുണ്ടായിരുന്നു എന്ന് അവസാനമേ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ. നമുക്കും മനുഷ്യർ വളരെ കുറച്ചേ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ വായിച്ചെടുക്കേണ്ടതാണ്. എന്താണെന്നറിയില്ല, ഈ മാസം വല്ലാത്ത വേദനയും തളർച്ചയുമുണ്ട് എന്ന് അവൾ നമ്മളോട് വന്ന് പറയുമ്പോൾ അവൾക്ക് വേണ്ടത് വേദനയ്ക്കുള്ള മരുന്നല്ല. അതായിരുന്നുവെങ്കിൽ അവൾക്ക് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നമ്മുടെ അടുത്ത് വന്നത് എന്തിനായിരുന്നു? വേറെ എന്തിനോ ആയിരുന്നു. മനുഷ്യന്മാർ വളരെ കുറച്ചേ പറയുന്നുള്ളൂ. നമ്മൾ മനുഷ്യരെ വളരെ കുറച്ചേ അറിയുന്നുള്ളൂ. സുഭാഷ് ചന്ദ്രനെ വായിച്ചിട്ടുണ്ടോ? വായിച്ച ആളുകൾ ഉണ്ടാവാം, ഇല്ലെങ്കിൽ വായിക്കേണ്ട പുസ്തകങ്ങളാണ്. മലയാളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ പ്രതിഭാധനരായ എഴുത്തുകാരിൽ ഒരാളാണ് സുഭാഷ് ചന്ദ്രൻ. അദ്ദേഹത്തിന് ഇപ്പോൾ 50 വയസ്സായി. 50 വയസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട 50 ആളുകളെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകമുണ്ട്. നല്ല രസമുള്ളൊരു പുസ്തകം. അതിലൊന്നാമതായിട്ട് പറയുന്നത് അച്ഛനെക്കുറിച്ചാണ്. സുഭാഷ് ചന്ദ്രൻ. ശരിക്കും എന്താണ് ആ പേരിൻ്റെ പിന്നിൽ നിന്നറിയോ? അച്ഛൻ ഈ കുട്ടിക്കിട്ട പേര് സുരേഷ് എന്നായിരുന്നു. അങ്ങനെ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് സുരേഷ് വേണ്ട, എനിക്ക് സുഭാഷ് ചന്ദ്ര ബോസ് മതിയെന്ന്. കാരണം വീടിൻ്റെ പൂമുഖത്ത് കുറേ ആൾക്കാരുടെ ചിത്രം തൂക്കിയിട്ടിട്ടുണ്ട്. അതിൽ കാണാൻ നല്ല മൊഞ്ചുള്ള ഒരാളുണ്ട്, പട്ടാള വേഷമൊക്കെ ധരിച്ചിട്ടുള്ള സുമുഖനായ ഒരു ചെറുപ്പക്കാരനുണ്ട്, ഒരു ചിത്രമുണ്ട്. അയാളുടെ പേര് മതി, സുഭാഷ് ചന്ദ്ര ബോസ്. അപ്പോൾ മാഷ് പറഞ്ഞു സുഭാഷ് ചന്ദ്രൻ മതി, ബോസൊക്കെ വലിയ കുട്ടിയാകുമ്പോൾ അയാൾ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയ പേരാണ് സുഭാഷ് ചന്ദ്രൻ. അച്ഛനെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? അച്ഛനൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളൊക്കെ എന്താ പറയുക, മക്കൾ അച്ഛൻ്റെ കമ്പനി എന്നല്ലേ പറയുക, അല്ലേ? അപ്പൻ്റെ ഓഫീസ്, അച്ഛൻ്റെ ഓഫീസ്, ഉമ്മയുടെ ഓഫീസ് എന്നൊക്കെയല്ലേ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ അതാ പറയുക, അച്ഛൻ്റെ കമ്പനി, അച്ഛൻ്റെ കമ്പനി, അച്ഛൻ്റെ കമ്പനി എന്ന് എത്രയോ കാലമായിട്ട് ഇവൻ കേൾക്കുന്നുണ്ട്. ജനിച്ചത് മുതൽ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവൻ അതുവരെ കണ്ടിട്ടില്ല, അച്ഛൻ്റെ കമ്പനി കണ്ടിട്ടില്ല. കാണാൻ അവന് വല്ലാത്ത ആഗ്രഹമുണ്ട്. 6 വയസ്സുള്ള സമയത്ത് അവന് കാണാനുള്ള കലശലായ ആഗ്രഹമുള്ളൊരു സമയത്ത് ഒരു ദിവസം അവൻ്റെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നിനക്ക് അച്ഛൻ്റെ കമ്പനി കാണണ്ടേ? ആ, അച്ഛൻ്റെ കമ്പനി കാണണം, ഞാൻ നിന്നെ കൊണ്ടുപോകാം. പക്ഷേ സൈക്കിൾ വാടകയ്ക്ക് എടുക്കണം. സൈക്കിൾ വാടകയ്ക്ക് എടുക്കണമെങ്കിൽ 50 വയസ്സ് വേണം. നീ അമ്മയുടെ കയ്യിൽ നിന്ന് 50 വയസ്സ് ഒപ്പിച്ചാൽ ഞാൻ സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് നിന്നെ അച്ഛൻ്റെ കമ്പനി കാണിച്ചു തരാം എന്ന് ചേട്ടൻ കൃഷ്ണൻ പറഞ്ഞു. അച്ഛൻ നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അതുകൊണ്ട് സഖാവ് പി കൃഷ്ണപിള്ളയുടെ പേരിട്ടതാ കൃഷ്ണപിള്ള. ഈ കൃഷ്ണപിള്ളയുണ്ടല്ലോ, 15 വയസ്സുള്ള കൃഷ്ണപിള്ള SSLC തോറ്റ് നിൽക്കുകയാണ്. അതുകൊണ്ട് അവൻ ചോദിച്ചാൽ അമ്മ പൈസ കൊടുക്കില്ല. അതുകൊണ്ട് അനിയനെ വല്ലേ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അനുജൻ 50 പൈസയൊക്കെ ഒപ്പിച്ച് സൈക്കിളിൽ 2 പേരും അച്ഛൻ്റെ കമ്പനി കാണാൻ പോയി. കമ്പനിയിലെത്തിയ പാടെ ഈ 6 വയസ്സുള്ള സുഭാഷില്ലേ, ഇവൻ അച്ഛനെ തെരയാ. ആ കമ്പനിയിൽ എവിടെയും അവൻ്റെ അച്ഛനെ കാണുന്നില്ല. കാരണം അവൻ്റെ അച്ഛൻ രാവിലെ ഇറങ്ങുമ്പോഴും വൈകിട്ട് തിരിച്ചു വരുമ്പോഴും അച്ഛൻ ഉടുക്കാറുള്ളത് വെളുത്ത ഷർട്ടും വെളുത്ത തുണിയുമാണ്. അതുകൊണ്ട് വെള്ളയും ഉടുത്തിട്ടുള്ള അച്ഛനെയാണ് അവൻ തിരയുന്നത്. പക്ഷെ അവിടെയുള്ള മുഴുവൻ ആളുകൾ ഉടുത്തിട്ടുള്ളത് പച്ചയുമാണ്. അവരൊക്കെ മുഷിഞ്ഞ വസ്ത്രമാണ്, പെട്ടെന്ന് അഴുക്കറിയാത്ത രീതിയിലുള്ള വസ്ത്രമാണ്, പച്ചയും അല്ലേ. ആ വസ്ത്രത്തിലാണ് എല്ലാവരും, ആ യൂണിഫോമിലുള്ളത്. അപ്പോഴാണ് ഇവൻ പറയുക, ഒരാൾ എന്നെ വന്ന് ഇങ്ങനെ തലോടി, അയാളുടെ ഒരു കൈവിരൽ മുറിഞ്ഞു പോയിരുന്നു. മുറിഞ്ഞ കൈവിരലുള്ള ഒരു കൈത്തലം എന്നെ വന്ന് പതുക്കെ ഇങ്ങനെ തലോടി. നോക്കുമ്പോൾ അച്ഛൻ കമ്പനിയുടെ മെഷീനിൽ കുടുങ്ങിയിട്ട് അച്ഛൻ്റെ ഒരു കൈവിരൽ എന്നോ മുറിഞ്ഞു പോയിട്ടുണ്ട്. നോക്കുമ്പോൾ അച്ഛൻ വെള്ളയുമല്ല, പച്ചയും. അപ്പോൾ ഈ കുട്ടി നേരിയ സങ്കടത്തോടെയാണെങ്കിലും അച്ഛനോട് പറഞ്ഞു, സാധാരണ അച്ഛൻ അവന് അലൂമിനിയത്തിൻ്റെ കമ്പനിയാണ്, അവിടെ നിന്ന് എന്തോ പൊടിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്, അലൂമിനിയത്തിൻ്റെ
വെള്ള കളറുള്ള പൊടി. അപ്പോൾ ഇവൻ ആ കൗതുകത്തോടെ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എനിക്ക് കുറച്ച് പൊടി തരുമോ, എനിക്ക് കുറച്ച് പൊടി തരുമോ? അപ്പം അച്ഛൻ അവനോട് കൊടുക്കണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ കുട്ടി അച്ഛൻ്റെ കമ്പനിയിലേക്ക് എത്തിയിട്ട് അച്ഛനോട് ചോദിക്കുകയാണ്, കുറച്ച് അലൂമിനിയത്തിൻ്റെ പൊടി തരുമോ? അപ്പോൾ അച്ഛന് അവനോട് പറയാ, മിണ്ടരുത് മിണ്ടരുത് എന്ന് പറഞ്ഞു. കാരണം അച്ഛൻ ആരെയോ പേടിക്കുന്നുണ്ട്. ആരെയോ പേടിക്കുന്ന ഒരച്ഛൻ, അത്രയേറെ ആളുകളിൽ നിന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരച്ഛൻ, അതാ കുട്ടിയെ വല്ലാതെ സങ്കടത്തിലാഴ്ത്തി. അവനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, അവനങ്ങോട്ട് പോകേണ്ടില്ലായിരുന്നു എന്നാണ് തോന്നിയത്. തിരിച്ച് അവൻ വരുമ്പോൾ ചേട്ടൻ്റെ സൈക്കിളിൻ്റെ പിന്നാമ്പുറത്ത് ഇരുന്നിട്ട് അവൻ 2 കാര്യങ്ങൾ തീരുമാനിച്ചു. 1, ആരെയും പേടിക്കുന്ന ജോലി ചെയ്യൂല എന്ന്. 2, ആരെയും പേടിപ്പിക്കുന്ന ജോലിയും ചെയ്യൂല. പിന്നെ അവൻ ഒരു കാര്യം കൂടി തീരുമാനിച്ചു, ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്ന ഒരു സ്ഥലത്തും എന്നെ പ്രത്യേകമായി തിരിച്ചറിയുന്ന ഒരു ജോലിയെ ഞാൻ ചെയ്യൂ. പക്ഷേ ആ അച്ഛനെക്കുറിച്ച് വായിച്ചപ്പോഴേ ഭയങ്കര സങ്കടമായി. ശരിക്കും അപ്പം മനസ്സിൽ വന്നത് ആരാണെന്നറിയോ? പ്രവാസികളായ അച്ഛന്മാരാ. ശരിക്കും അങ്ങനെയല്ലേ? അത്യാവശ്യ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ചല്ല കേട്ടോ. അവരും കടന്നു വന്നത് ഈ സൗകര്യങ്ങളിലൂടെ ഒന്നും ആവില്ല. എന്നോട് നേരത്തെ ഒരാൾ പറഞ്ഞതാ, ഓലപ്പുരയേക്കാളും ചെറിയ വീടായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു നല്ല വീടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരൂലായിരുന്നു. ഓലപ്പുരയേക്കാളും താഴ്ന്ന രീതിയിലുള്ള ഷീറ്റ് കൊണ്ട് വലിച്ചു കെട്ടിയ വീട്ടിൽ താമസിച്ച ഒരാളായിരുന്നു അദ്ദേഹം. ഇന്ന് അദ്ദേഹം എത്രയോ ആശുപത്രികളുടെ ഉടമയാണ്. ഈ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇപ്പം സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ഒരാളും കടന്നു വന്നത് അത്ര സൗകര്യങ്ങളിലൂടെ ഒന്നും ആവില്ല. പക്ഷെ ഞാനത് വായിച്ചപ്പോഴേ കുറേ അച്ഛന്മാരെയാണ് ഓർത്തത്. കാരണം അച്ഛന്മാർ, പ്രവാസികളായ അച്ഛന്മാർ വീട്ടിലേക്ക് വരുമ്പോഴും നാട്ടിലേക്ക് വരുമ്പോഴും മക്കൾ കാണുന്നത് നല്ല വസ്ത്രത്തിലാണ്, നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴും കാണുന്നത് നല്ല വസ്ത്രത്തിലാണ്. പക്ഷേ ഇവിടെ വിയർത്തു കുളിച്ച് നിൽക്കുന്ന ആ അച്ഛന്മാരെ മക്കൾ പലപ്പോഴും കാണണമെന്നില്ല. ആ മക്കൾ കഴിച്ചിട്ടുള്ള പലതും ഈ അച്ഛന്മാർ, ഈ വാപ്പമാർ കഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ റൂമിലുള്ള ഒരാൾ 10-30 വർഷം പ്രവാസിയായിട്ടുള്ള ഒരാൾ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് റൂമിലുള്ള എല്ലാ ആളുകളും കൂടിയിട്ട് ഇദ്ദേഹത്തിനൊരു സമ്മാനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറയൂ, ഞങ്ങൾ വാങ്ങിത്തരാൻ തയ്യാറാണ്, എന്തായാലും ഞങ്ങൾ വാങ്ങിത്തരും, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാകുന്നതല്ലേ നല്ലതെന്നൊക്കെ. പക്ഷെ ഇദ്ദേഹം ഒരു കാരണവശാലും പറയൂല എന്താ വേണ്ടതെന്ന്. അവസാനം ഇദ്ദേഹം പോകുന്നതിൻ്റെ തലേ ദിവസം ഇവർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നൊന്ന് പറയുമോ? നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജോലിക്ക് പോകുന്ന, നടന്നു പോകാറുള്ള ആ സ്ഥലത്ത് അവിടെയുള്ള ഒരു ഷോപ്പിൽ നല്ല ചൂടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കോഴി കാണാറുണ്ട്, ചിക്കൻ. അതൊന്ന് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. 30 വർഷം ഇവിടെ ജീവിച്ചിട്ടേ അദ്ദേഹം അത് കഴിച്ചിട്ടില്ല. മക്കളൊരു പക്ഷേ നാട്ടിൽ കഴിച്ചിട്ടുണ്ടാവും. അച്ഛൻ, നമുക്കൊരിക്കലും മനസ്സിലാകാത്ത ഒരാളുടെ പേരാണ് അച്ഛൻ. എൻ്റെ ഒരു ഗുരുവുണ്ട്, അദ്ദേഹം പറയും, അമ്മ മഴ പോലെയാണ്, പക്ഷേ അച്ഛൻ ആലിപ്പഴമാണ്. ആലിപ്പഴമാണ്. വല്ലപ്പോഴും ഒന്ന് തോളിൽ തട്ടിയാൽ അത്രയേ ഉള്ളൂ, വല്ലപ്പോഴും ഒന്ന് സങ്കടം പറഞ്ഞാലായി, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ അച്ഛൻ ഇങ്ങനെ മൗനിയായി പോകുന്ന ഒരു വലിയ സാന്നിധ്യത്തിൻ്റെ പേരാണ്. എം.എൻ. വിജയൻ മാഷെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എം.എൻ. വിജയൻ മാഷ് ബ്രണ്ണൻ കോളേജിലെ പ്രഗത്ഭനായ അധ്യാപകനായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയെ മോൾഡ് ചെയ്തതിൽ വലിയ പ്രാധാന്യമുള്ള അധ്യാപകനാണ്. മുഖ്യമന്ത്രിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകനാണ് എം.എൻ. വിജയൻ മാഷ്. മാഷോടൊരിക്കൽ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ. മാഷിന് ഒരുപാട് രോഗങ്ങളായിരുന്നു. 12ഓളം രോഗങ്ങളുള്ള ശരീരമായിരുന്നു ആ മെലിഞ്ഞ ശരീരം. ആ രോഗങ്ങളും വെച്ചാണ് എത്രയോ കാലം ജീവിച്ചതേ. അപ്പോൾ മകൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് അച്ഛൻ അത്രയേറെ രോഗങ്ങളിലൂടെ കടന്നു വന്നത്? എന്നും വീട്ടിലെ ചർച്ചാ വിഷയമായിരുന്നു അച്ഛൻ്റെ രോഗം. ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളുണ്ടേ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടഞ്ഞ് മരിക്കുകയാണ് ചെയ്തത്. ഓർമ്മയുണ്ടാവും എം.എൻ. വിജയൻ മാഷ്.
അപ്പോൾ എങ്ങനെയാണ് അത്രയേറെ രോഗങ്ങളിലൂടെ അച്ഛൻ ഇങ്ങനെ കടന്നുപോയത് എന്ന് മകൻ ചോദിച്ചപ്പോൾ അച്ഛൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷെ അച്ഛനൊരു സംഭവം പറഞ്ഞു. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ മോളുണ്ട്, ഉഷ എന്നും ആണ് മറ്റു പേര്. ഉഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ നടക്കുന്ന സമയം, വളരെ പ്രധാനപ്പെട്ട പരീക്ഷ നടക്കുന്ന സമയം ഈ അച്ഛന് കലശലായ രക്തവാർച്ചയുണ്ടായി, ബ്ലീഡിംഗ് ഉണ്ടായി. രാത്രി വല്ലാതെ രക്തമൊഴുകുന്ന തരത്തിലായി കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം പറയാം, ഞാനും ശാരദയും ഇരുന്നിട്ട് ആ രക്തമൊക്കെ തുടച്ച് വൃത്തിയാക്കും. നിങ്ങൾ മൂന്നാളുകളും അതറിയരുതേ എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. കാരണം ഉഷയ്ക്ക് പരീക്ഷ നടക്കുകയാണ്. ഞാൻ ആശുപത്രിയിലായാൽ എനിക്കൊരു അസുഖമുണ്ടെന്ന് പോലും അറിഞ്ഞാൽ അവളുടെ പരീക്ഷയെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി ഞങ്ങളത് തുടച്ച് വൃത്തിയാക്കാറാണ്. എന്നിട്ട് അദ്ദേഹം ഒരു വരി കൂടെ ചേർത്തു, അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ് എൻ്റെ മോള് വീട്ടിലേക്ക് വന്ന ദിവസം ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയി. മക്കളെ ഒരുപാട് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു അച്ഛനല്ല ഞാൻ, എന്നെക്കൊണ്ട് കഴിയില്ല. അതെങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കാരണം എൻ്റെ കുട്ടികൾക്ക് ഒരു തടസ്സമുണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന അച്ഛനായിരുന്നു ഞാൻ കാരണം എൻ്റെ കുട്ടികൾക്ക് ഒരു തടസ്സമുണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന അച്ഛനായിരുന്നു ഞാൻ. അച്ഛനെ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ആ ഗുരുനാഥൻ പറഞ്ഞത്, അമ്മ മഴ പോലെയാണ്. അമ്മ ചെയ്യുന്നതൊക്കെ വിസിബിളാണ്. അമ്മ അത്രയേറെ വലിയ സാന്നിധ്യമാണ് കേട്ടോ, ചെറിയ സാന്നിധ്യമല്ല. നമ്മുടെ ഒരു ഗുരുനാഥനുണ്ട്, സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വെറുതെ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുള്ളൂ. ജീവിതം 180 ഡിഗ്രി വളഞ്ഞു തിരിഞ്ഞ് മാറാൻ തുടങ്ങും. അതൊരു യൂട്ടേൺ ആയിരിക്കും. അങ്ങനത്തെ പ്രസംഗങ്ങളാണ്. അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഗുരു എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടി, ശമ്പളമുണ്ട്, അത്യാവശ്യം നല്ല ശമ്പളമുണ്ട്. ഞാൻ ഈ ശമ്പളത്തിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കൊക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അച്ഛനും അമ്മയ്ക്കും എങ്ങനെയാണ് കൊടുക്കേണ്ടത് എൻ്റെ ശമ്പളത്തിൽ നിന്നേ? അപ്പോൾ ഗുരു അതിങ്ങനെ കേട്ടിട്ട് അവനോട് പറഞ്ഞു, അച്ഛൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, നിർബന്ധമാണ്. പക്ഷെ അമ്മയ്ക്കൊന്നും കൊടുക്കണ്ട, അമ്മയ്ക്ക് ഒന്നും കൊടുക്കണ്ട. നിൻ്റെ ശമ്പളം മുഴുവനും അമ്മയുടെ മുന്നിൽ വെക്കണം. എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും അമ്മ തന്നാൽ അതെടുത്താൽ മതി. അതാണ് അമ്മ. അമ്മയ്ക്ക് വിലയിടരുത് എന്ന്. അതാണ് ഗുരു പഠിപ്പിച്ചു കൊടുക്കുന്നത്. അച്ഛനെ നമുക്ക് മനസ്സിലാവില്ല. അമ്മ ചെയ്യുന്നതൊക്കെ എപ്പോഴും വിസിബിളായിരിക്കുക അല്ലേ? ഓരോ കാര്യങ്ങളും ആലോചിച്ച് നോക്കും. അമ്മ ചെയ്യുന്നത് വിസിബിളായിരിക്കും, അച്ഛൻ ഇൻവിസിബിളാണ്. അതുകൊണ്ടാണ് ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കഥയുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരച്ഛനെക്കുറിച്ച്. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം പറയുന്നത് അവസാനം എന്താണെന്നറിയോ? പുരുഷനോളം അരക്ഷിതനായൊരു ജീവി ഈ പ്രപഞ്ചത്തിൽ വേറെയില്ല. മക്കളുണ്ടാകുന്നതോടെ അയാളുടെ ഭാര്യയ്ക്ക് പോലും അയാളെ വേണ്ടാതായി. വീടിൻ്റെ മുറ്റത്തുള്ള കുറ്റിമുല്ലയുടെ ചെടി പെട്ടെന്നൊരു ദിവസം ഒരു ചൂലായി മൂലക്കിരിക്കുന്നത് പോലെ ഒരു പാവം സാന്നിധ്യമായി അയാൾ മാറുന്നു. പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? മനുഷ്യൻ്റെ വില. നമ്മൾ വളരെ കുറച്ചേ മനുഷ്യനെ അറിയുന്നുള്ളൂ. നമ്മളോട് പറയാത്തതും നമ്മളോട് പങ്കുവെക്കാത്തതുമായ കാര്യങ്ങളിൽ നിന്നാണ് ശരിക്കും മനുഷ്യനെ നമ്മളിങ്ങനെ വായിച്ചെടുക്കേണ്ടത്. അവിടെ മുതൽ ആ മനുഷ്യനെ സ്നേഹിച്ചു തുടങ്ങേണ്ടത്. ഒരു സംഭവമുണ്ട്, ഫെമി ഒത്തഡോള എന്ന് പറഞ്ഞൊരു വലിയ സമ്പന്നനുണ്ട് ആഫ്രിക്കയിൽ, ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തോടൊരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഏതായിരുന്നു? കോടീശ്വരനാണ് കേട്ടോ, ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ശതകോടീശ്വരനായി മാറിയ ആളാണ്. അദ്ദേഹത്തോടെ ചോദിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഏതായിരുന്നു? ആ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലമുള്ള ജീവിതം മുഴുവനും ഒരൊറ്റ നിമിഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും. വിചാരിക്കാത്ത വിധത്തിലുള്ള വിജയങ്ങൾ നേടിയ നിമിഷങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ടാവും. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഇതൊന്നും ആയിരുന്നില്ല.
ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷേ ഏതായിരുന്നു? അദ്ദേഹം പറയാ, എൻ്റെ ഒരു സുഹൃത്ത് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു. കുറച്ച് വീൽ ചെയർ വേണം. കാലിന് സ്വാധീനമില്ലാത്ത ആളുകളുടെ ഒരു കേന്ദ്രമുണ്ട്, അവിടേക്ക് കുറച്ച് വീൽ ചെയർ വേണം, നിങ്ങളുടെ കമ്പനിക്ക് തരാൻ കഴിയുമോ? തന്നാൽ വലിയ ഉപകാരമാകുമായിരുന്നു. അദ്ദേഹം അത് ഏറ്റെടുത്തു. വളരെ ജെന്യുവിനായൊരു കേസാണ് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുത്തു. വീൽ ചെയർ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സുഹൃത്ത് രണ്ടാമത്തെ ആവശ്യം, അത് വിതരണം ചെയ്യുന്ന ചടങ്ങിൽ നിങ്ങൾ വരണം. വിതരണം ചെയ്യുന്ന ചടങ്ങിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം വന്നു. അദ്ദേഹം പറയാ, ഓരോ കുട്ടിയും ഇങ്ങനെ വേദിയിലേക്ക് ഇഴഞ്ഞ് കയറി വരും, എന്നിട്ട് വീൽ ചെയർ കൊടുക്കും. ആ വീൽ ചെയറിൽ കയറിയിട്ട് അവരിങ്ങനെ സന്തോഷത്തോടെ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി. ആ വീൽ ചെയർ കെട്ടിയ മുഴുവൻ കുട്ടികളും ആ സ്ഥാപനത്തിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒഴുകുന്നത് കണ്ടപ്പോൾ, ആ വീൽ ചെയറിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ പൂമ്പാറ്റകളെ പോലെ തോന്നി. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം പിന്നെയാണ് ഉണ്ടായത്. എന്താണെന്നറിയോ? അദ്ദേഹം ആ സ്ഥാപനത്തിൽ നിന്ന് പോരുന്ന സമയത്ത് ആ കൂട്ടത്തിൽ നിന്നൊരു കുട്ടി അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ താഴെ ഇങ്ങനെ വന്നിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കാൻ തുടങ്ങി. കണ്ണെടുക്കാതെ ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ആ കുട്ടിയെ ഇങ്ങനെ തലോടിയിട്ട് ചോദിച്ചു, എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈ മുഖം ഓർമ്മിക്കുവാനാണ്. പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈ മുഖം ഓർമ്മിക്കുവാനാണ്. മനുഷ്യന്മാരെ കരയിപ്പിക്കാൻ രണ്ട് മാർഗങ്ങളുണ്ട് അല്ലേ? ഒന്ന് വേദനിപ്പിച്ചാൽ മതി, ഇല്ലെങ്കിലോ ഞെട്ടിക്കുന്ന സ്നേഹം കൊടുത്താൽ മതി. ഞെട്ടിക്കുന്ന സ്നേഹമുണ്ടാകുമ്പോൾ മാത്രം പൊട്ടിയൊഴുകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു കടൽ കണ്ണിൻ്റെ പിന്നാമ്പുറത്തുണ്ട്. സങ്കടങ്ങളിലല്ല, സന്തോഷങ്ങളിൽ. ഗിഫ്റ്റ് ഓഫ് ദ മാഗി വായിച്ചിട്ടില്ലേ നിങ്ങൾ? ഓ ഹെൻറിയുടെ അതിമധുരമായ കഥയാണ്. അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ രസമാണ്. അവസാനം അവസാനം ഒരു ക്ലൈമാക്സ് ഉണ്ടാവും. അതാണ് ആ കഥയുടെ പ്രത്യേകത. ഒരു പാവം ഭാര്യയും ഭർത്താവും, അവരുടെ കഥയാണ്. ഗിഫ്റ്റ് ഓഫ് ദ ഡേ ഓഫ് ദ മാഗിയിൽ അവർ രണ്ടാളുകൾ സമ്മാനം കൊടുക്കണം അവർക്ക് രണ്ടാളുകൾക്കും. പക്ഷേ രണ്ടാളുടെ കയ്യിലും പണമില്ല. കേട്ടിട്ടില്ലേ കഥ? രണ്ടാളുടെ കയ്യിലും പണമില്ല. അപ്പോൾ അദ്ദേഹം ആലോചിച്ചു, അവൾക്ക് എന്ത് സമ്മാനം വാങ്ങും? ചെറുതേ വാങ്ങാൻ കഴിയുള്ളൂ. അവസാനം അദ്ദേഹം കണ്ടെത്തി വാങ്ങിക്കൊടുക്കേണ്ട സാധനം അവളുടെ മുടിയിലിടാനുള്ളൊരു ക്ലിപ്പാണ് വാങ്ങിയ. അതൊക്കെ വാങ്ങിയിട്ട് അത് പെട്ടിയിലാക്കിയിട്ട് പതുക്കെ പിറകിലൊക്കെ പിടിച്ചിട്ട് സർപ്രൈസ് ആക്കിയിട്ട് അവളുടെ മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അവൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അദ്ദേഹം ഈ സമ്മാനം അവളുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്തു. തിരിച്ചു ചോദിച്ചു, എനിക്ക് സമ്മാനം ഒന്നുമില്ലേ? അവളുടെ പിറകിൽ നിന്ന് അവളുടെ സമ്മാനവും അദ്ദേഹത്തിന് കൊടുത്തു. രണ്ടാളുകളും ആശ്ചര്യത്തോടെ രണ്ടാളുകൾക്കും കിട്ടിയ സമ്മാനം ഇങ്ങനെ തുറന്നു നോക്കി. അവൾ കണ്ടു മുടിയിലിടാനുള്ളൊരു ക്ലിപ്പ്. പക്ഷേ അവൾ വാങ്ങിക്കൊടുത്തത് എന്തായിരുന്നു എന്നറിയാം? അദ്ദേഹത്തിൻ്റെ ഒരു വാച്ചുണ്ട്, വളരെ ഇഷ്ടപ്പെട്ടൊരു വാച്ചാണ്. അതിൻ്റെ ഈ സ്ട്രാപ്പ് ഇങ്ങനെ പൊട്ടിയത് അവൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രസമുള്ളൊരു സ്ട്രാപ്പ് വാങ്ങിക്കൊടുത്തു. ഇതാണ് രണ്ടാളും കാണുന്നത്. പക്ഷേ ഇത് രണ്ടാളും കണ്ടിട്ട് അവരിങ്ങനെ സങ്കടത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇത് രണ്ടാളുകൾക്കും ആ ദിവസം ഉപയോഗിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഈ മുടിയിലിടാനുള്ള ക്ലിപ്പ് അവൾക്ക് വാങ്ങിക്കൊടുത്തത് ഈ വാച്ച് തന്നെ വിറ്റിട്ടായിരുന്നു. ഈ വാച്ചിൻ്റെ സ്ട്രാപ്പ് അവൾ വാങ്ങിയതോ സ്വർണ്ണ നിറത്തിലുള്ള അവളുടെ തലമുടി മുറിച്ച് വിറ്റിട്ടായിരുന്നു. ഷാളൊക്കെ പൊതിച്ച് അയാളുടെ മുന്നിലേക്ക് വന്നിട്ട് അത് മറച്ചു വെച്ചതായിരുന്നു. ഇത് രണ്ടും കണ്ടിട്ട് രണ്ടാളുകൾക്ക് സങ്കടമായി. പിന്നെ അവർക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യമാണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്ന്. സങ്കടം കൊണ്ടാണോ? ആണോ? മനുഷ്യനെ കരയിപ്പിക്കാൻ രണ്ട് മാർഗങ്ങളാണ്. ഒന്നുകിൽ വേദനിപ്പിക്കുക, അല്ലെങ്കിലോ ഞെട്ടിക്കുന്ന സ്നേഹം കൊടുക്കുക. ഇന്ന് വെറുതെ നിങ്ങൾ ഒരിക്കലും വിളിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരാളെ, നിങ്ങളുടെ കോള് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത ഒരാളെ വെറുതെ ഒന്ന് വിളിച്ചു നോക്കൂ. അപ്പോൾ അയാൾ ആദ്യം ചോദിക്കുക, എന്തേ? ഒന്നുമില്ല. എന്തേട്ടാ വിളിച്ചേ? ഒന്നുമില്ലടാ, വെറുതെ വിളിച്ചതാ.
നിൻ്റെ സൗണ്ടൊന്ന് കേൾക്കാൻ വേണ്ടി വിളിച്ചതാ. അവിടുന്ന് കുറേ സമയം ഒന്നും മിണ്ടൂല. ആ വാക്കിൻ്റെ ഭാരത്തിലേ കണ്ണൊക്കെ ഇങ്ങനെ നിറയാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഒന്നിനും വേണ്ടിയല്ലാതെ ഒരാൾ വിളിക്കുന്നു. ഇങ്ങനെയാണ് ശരിക്കും പടച്ചവനോട് പ്രാർത്ഥിക്കേണ്ടതും കേട്ടോ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എന്താ? യാചനകളല്ലേ? അല്ലേ? യാചനകളല്ലേ? യാചിക്കാനൊന്നും അല്ലാതെ, ഒന്നും ചോദിക്കാൻ വേണ്ടിയല്ലാതെ വെറുതെ പടച്ചവൻ്റെ മുന്നിൽ കുറച്ച് നേരം ഇരുന്ന് നോക്കണ്ടോ, എന്തൊരു രസമായിരിക്കും എന്നറിയാം. പടച്ചവന് എന്തൊരു ഇഷ്ടമായിരിക്കും അത്. കാരണം പടച്ചവന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയാം. പടച്ചവനെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയാം. അത് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പടച്ചവൻ്റെ മുന്നിൽ ഒന്നും യാചിക്കുവാനല്ലാതെ വെറുതെ കുറച്ച് നേരം ഒന്നിരുന്ന് നോക്കണ്ടു. യാചന നിരോധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനാലയങ്ങളിലൊന്നും ആൾക്കാരുണ്ടാവില്ല. എല്ലാവരും എന്തിനാണ് വരുന്നത്? എന്തൊക്കെയോ യാചിക്കുവാനാണ്. യാചിക്കുവാനൊന്നുമല്ലാതെ, ചോദിക്കാനൊന്നുമല്ലാതെ പടച്ചവൻ്റെ മുന്നിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് നോക്കൂ. യൂനുസ് നബിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? യോനേ പ്രവാചകൻ ബൈബിളിൽ. അദ്ദേഹം തിമിംഗലത്തിൻ്റെ ഉള്ളിലാണ് കുടുങ്ങിപ്പോയത്. തിമിംഗലം അദ്ദേഹത്തെ വിഴുങ്ങി. ആ തിമിംഗലത്തിൻ്റെ അകത്തിരുന്നിട്ട് അദ്ദേഹം പടച്ചവനോട് പ്രാർത്ഥിക്കുന്നതുണ്ട് ഖുർആനിൽ. എന്താണെന്നറിയോ? പടച്ചവനെ, ഞാൻ ഈ തിമിംഗലത്തിൻ്റെ ഉള്ളിലാണ്, എന്നെ രക്ഷിക്കണേ എന്നൊന്നുമല്ല. അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക് ഇന്നീ കുൻതു മിനൽ ളാലിമീൻ. എനിക്ക് തെറ്റ് പറ്റിപ്പോയി, നീ പരിശുദ്ധനാണ്. അത് മതി. ബാക്കിയൊക്കെ പഠിച്ചവനറിയാം. ഈ ആളെവിടെയാണ് കിടക്കുന്നതെന്നും അയാൾക്ക് ഇപ്പം എന്താണ് ആവശ്യമെന്നും പഠിച്ചവനറിയാം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ പഠിച്ചവനറിയാം. വെറുതെ ഒന്നിനു വേണ്ടിയല്ലാതെ കുറച്ച് നേരം പഠിച്ചവനോട് ഇങ്ങനെ മിണ്ടി പറഞ്ഞിരുന്ന് നോക്കൂ. അതിന് ധ്യാനം എന്നാണ് പറയുക. ധ്യാനം. ഇതേപോലെ ഒന്നിനു വേണ്ടിയല്ലാതെ ഒരാൾ കുറച്ച് നേരം ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കൂ, അയാൾ ഞെട്ടും. അയാൾ ഞെട്ടിപ്പോവും. നമ്മൾ പറഞ്ഞു വന്നത് അതുതന്നെയായിരുന്നു കേട്ടോ. മനുഷ്യനെ അവർ പറയാത്തതിൽ നിന്ന് അവരെ തിരിച്ചറിയാനും അവർ പറയുന്നതിൻ്റെ അപ്പുറത്തുള്ള അവരുടെ ദുഃഖങ്ങളെ അറിയാനുമൊക്കെ സാധിക്കുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യനോട് നമ്മൾ അത്രയും അടുത്ത് നിൽക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. ഹബീബായ തിരുനബിയുടെ ഒരു സംഭവമുണ്ട്. തിരുനബിക്ക് മനുഷ്യന്മാരെ നല്ലോണം മനസ്സിലാവുമായിരുന്നു. എല്ലാതരം മനുഷ്യന്മാരെയും മനസ്സിലാവുമായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നബി അത്രയേറെ ദുഃഖിതനായിരുന്നു. ദുഃഖിതൻ എന്ന് പറഞ്ഞുകൂടാ, ദുഃഖങ്ങളിലൂടെ കടന്നുപോയ ഒരാളായിരുന്നു. ഒരു മനുഷ്യന് എന്തൊക്കെ ദുഃഖം കിട്ടും അതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിലേറെ സങ്കടം കിട്ടിയിട്ടുണ്ട്. അതെന്തിനായിരിക്കും? കാരണം ഈ ആൾക്ക് പടച്ചോൻ കൊടുക്കുന്ന മിഷന് അത്രയേറെ വലിയ മിഷനാണ്. മനുഷ്യന്മാരെ മുഴുവനും മനസ്സിലാകണം ഈ ആൾക്ക്. അങ്ങനെ ഒരു വലിയ മിഷനാണ് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പടച്ചോൻ കൊടുക്കുന്നത്. അതുകൊണ്ട് പടച്ചോൻ ആദ്യം തന്നെ എന്താ കൊടുത്തത്? ദുഃഖങ്ങൾ. നമുക്കിപ്പോൾ വല്ല ദുഃഖമുണ്ടോ? അതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു മിഷൻ പടച്ചോൻ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അതാ നിങ്ങൾ കേട്ടിട്ടില്ലേ? നാലപ്പാട് എന്നൊരു കവിയില്ലേ നമുക്ക്? അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി, മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ. ഇതൊരു രസമുള്ള കവിതയാണ്. എന്താ പറയണമെന്നറിയോ? ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി. പഠിച്ചോനെ, നമ്മളെ സങ്കടത്തിലിട്ടിട്ട് മുക്കുന്നു, ഉരുക്കുന്നു. എന്തിനാ ഉരുക്കുന്നത്? എന്തിനാ ഒരു സ്വർണം ഉരുക്കുന്നത്? എന്തിനാ? സ്വർണത്തിൻ്റെ കട്ട ഒരാളും കഴുത്തിൽ തൂക്കിയിടൂല. ഉരുക്കിയിട്ട് അത് ആഭരണമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ആഭരണമാക്കിയാലേ ആളുകളത് ഉപയോഗിക്കുള്ളൂ. അല്ല സ്വർണത്തിൻ്റെ കട്ടകൾ ആരും കഴുത്തിലും കാതിലൊന്നും ഇടില്ലല്ലോ. അതാണ് ഈ കവിത പറയണത്. ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി. എന്തിനാ? മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ. സങ്കടങ്ങൾ എന്തിനാ? ഉരുക്കുകയാണ്. നമ്മൾ കൊല്ലൻ്റെ അടുത്തേക്ക് ഒരു കത്തി കൊണ്ടുപോയിട്ട് പറയാ,
ഇതൊന്ന് മൂർച്ച കൂട്ടണേ എന്ന് പറഞ്ഞ് അയാളതവിടെ വെച്ച് അത് തീയിലേക്കിട്ട് പഴുപ്പിക്കുകയോ പഴുത്ത് ചുവന്നതിന് ശേഷം അത് പുറത്തേക്കെടുത്ത് അടിച്ചടിച്ച് പിന്നെയും പരുവപ്പെടുത്തി ഒരുപാട് നേരം അതിനെ മർദ്ദിച്ച് അവസാന വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അതിനുണ്ടാകുന്നൊരു തിളക്കമുണ്ട്. ഇദ്ദേഹം ഒന്നും ചെയ്തില്ല. ആ കത്തിക്ക് മൂർച്ചയുണ്ടാവുമോ? ഉണ്ടാവുമോ? മൂർച്ച ഉണ്ടാവില്ല. എപ്പോഴാണ് നമ്മൾക്ക് മൂർച്ച വന്നത്? സന്തോഷത്തിൽ നിന്നാണോ? സങ്കടങ്ങളിൽ നിന്ന്. എന്തിനാ സങ്കടം? ജീവിതം എന്താണെന്ന് പഠിക്കാൻ. എന്താണ് സങ്കടങ്ങൾ? പഠിച്ചോൻ തരുന്ന ശരിക്കുള്ള സ്കൂളാണ്. അവിടെ നിന്നാണ് എല്ലാം പഠിച്ചത്. നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷത്തിൽ നിന്ന് പോലും നമ്മൾ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും ചെറിയ സങ്കടത്തിൽ നിന്ന് പോലും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് മനുഷ്യന്മാരെ ചിലരെ മനസ്സിലായിട്ടുണ്ടാവും. ഒറ്റക്ക് നിൽക്കാൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കരുത്തോടെ മുന്നോട്ട് പോകാൻ പഠിച്ചതേ സന്തോഷങ്ങളിൽ നിന്നല്ല, അതൊക്കെ പിന്നെ വന്നതാ. ഹാജറ ബീവി കുറേ ഓടിയതിന് ശേഷമാണ് സംസം കിട്ടിയത്. നമുക്കും അങ്ങനെ തന്നെ. സംസം ഉണ്ട്, പക്ഷെ പെട്ടെന്നൊന്നും കിട്ടില്ല. ഒരുപാട് ഓടണം. ആ ഓട്ടത്തിന് പോലും എന്താ പറയുക? ഹജ്ജിലും ഉംറയിലുമുണ്ട് ആ ഓട്ടം. അതിന് സഅയ് എന്നാണ് പറയുക. പണ്ട് ഹാജറ ബീവി എബ്രഹാം പ്രവാചകൻ അലൈഹിസ്സലാമിൻ്റെ പ്രിയപ്പെട്ടവളായ ഹാജറ ബീവി ഓടിയ ആ സ്ഥലത്ത് ഇന്ന് ഹജ്ജിലും ഉംറയ്ക്കും വരുന്ന ആളുകൾ ഓടണം. സ്ത്രീകൾ ഓടണ്ട. ലോകത്തുള്ള സകലമാന സ്ത്രീകൾക്കും വേണ്ടി അന്നൊരാൾ അവിടെ ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ ഓടണ്ട, പുരുഷന്മാർ ഓടിയാൽ മതി. ഓട്ടമാണോയെന്ന് ചോദിച്ചാൽ ഓട്ടമല്ല, നടത്തമാണോയെന്ന് ചോദിച്ചാൽ നടത്തമല്ല. അങ്ങനൊരു ഓട്ടമാണ്. അതിനെക്കുറിച്ച് മലയാളത്തിലെ പാട്ടുകാരൻ ഷഹബാസ് അമനൊരിക്കൽ പറഞ്ഞ് അദ്ദേഹം ഉംറയ്ക്ക് പോയ സമയത്ത് ഇത് കാണുക. ഓട്ടമാണോയെന്ന് വെച്ചാൽ ഓട്ടമല്ല, നടത്തമാണോയെന്ന് വെച്ചാൽ നടത്തമല്ല. അതിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ അദ്ദേഹം പറയുക, ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് ആലോചിച്ചിട്ട് അത് ഡിറ്റക്റ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയണത് എന്താണെന്നറിയോ? ഇതെനിക്ക് ഓർമ്മയുണ്ട്. ഇത് തൊട്ടിലിൽ ഇട്ട കുഞ്ഞിനും അടുപ്പത്ത് വെച്ച കഞ്ഞിക്കലത്തിനും ഇടയിലൂടെ എൻ്റെ ഉമ്മ ഓടിയ ഓട്ടമാണ്. ഓട്ടമാണോ എന്ന് ചോദിച്ചാൽ ഓട്ടമല്ല, നടത്തമാണോ എന്ന് ചോദിച്ചാൽ നടത്തവുമല്ല. അത് ഇവിടെ കുട്ടികൾ കരയുന്നില്ലേ? ഇല്ലേ? അത് ഈ പ്രസംഗത്തിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അത് ശല്യമായിട്ടോ കോലാഹലമായിട്ടോ ഒരിക്കലും വിചാരിക്കരുത്. കാരണം ആ ഉമ്മ അനുഭവിക്കുന്നൊരു പ്രയാസമുണ്ട് അതിൻ്റെ പേരിൽ. അതുകൊണ്ട് അതൊക്കെ നമ്മളെ പ്രസംഗത്തിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ചാൽ മതി. ഇത് നമ്മുടെ BGM ആണെന്ന് വിചാരിച്ചാൽ മതി. ഒരുപാട് ഓട്ടങ്ങൾക്ക് ഒടുവിലാണ് ഹാജറ ബീവിക്ക് സംസം കിട്ടിയിട്ടുള്ളത്. ആദ്യം തന്നെ സംസം ഇല്ലല്ലോ. ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ. അതായിരുന്നു റസൂൽ. സങ്കടങ്ങളിലൂടെയാണ് കൊണ്ടുപോയത് പഠിച്ചോൻ. വാപ്പയെ കണ്ടിട്ടില്ലാത്തൊരു കുട്ടിയാണ്, അച്ഛനെ കണ്ടിട്ടില്ലാത്തൊരു കുട്ടിയുടെ സങ്കടം എത്ര വലുതായിരിക്കും ആലോചിച്ചു. കൂടെയുള്ള കുട്ടിയുടെയൊക്കെ അച്ഛനെ കുറിച്ച് പറയുക, വാപ്പയെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്നൊരു മിസ്സിങ് ഉണ്ട്, വലിയൊരു മിസ്സിങ്. ലോകത്ത് മറ്റൊന്നിനെ കൊണ്ടും പൂരിപ്പിക്കാൻ കഴിയാത്തൊരു മിസ്സിങ് ആണല്ലോ. ആ വാപ്പയുടെ ഖബറ് കാണാൻ വേണ്ടി ഉമ്മയുടെ കൂടെ പോയതാ 8 വയസ്സുള്ളപ്പോൾ. ആ കുട്ടി തിരിച്ചു വരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് ഉമ്മയും മരിച്ചു. വാപ്പയും ഉമ്മയും ഇല്ലാതെ വളർന്ന കുട്ടിയാണ്. എത്ര ചെറിയ പ്രായത്തിലാണ്. 8 വയസ്സായിരുന്നു ആ കുട്ടിക്ക്, ഉമ്മാക്ക് 22 വയസ്സും. അതുകൊണ്ട് വാപ്പയില്ലാത്ത ഒരാളെ നബിക്ക് വേഗം മനസ്സിലാവും. നമ്മളിൽ കുറച്ച് ആളുകൾക്ക് മനസ്സിലാവും അല്ലേ? വാപ്പ നഷ്ടപ്പെട്ടവർക്ക് മനസ്സിലാവും. എനിക്കത് ആ സങ്കടം എന്താണെന്ന് മനസ്സിലായത് 2015 ജൂൺ മാസം 12-നാണ്. ഉപ്പല്ലാതാകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായത്. ഉമ്മല്ലാതാകുന്ന ഒരാളുടെ സങ്കടം എന്താണെന്ന് റസൂലിനറിയാം. കാരണം റസൂൽ അത് അനുഭവിച്ചിട്ടുണ്ട്. നമ്മളിൽ പലർക്കും അറിയായിരിക്കും. എനിക്കത് മനസ്സിലായത് 2013 ഓഗസ്റ്റ് 28-നാണ്. ഉമ്മല്ലാതാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ ആലോചിക്കും. വേഗം ചെന്ന് ഉമ്മയുടെ അടുത്ത് പോകുക അല്ലെങ്കിൽ വാപ്പയുടെ അടുത്ത് പോകുക എന്നൊക്കെ പറയുന്നൊരു അനുഭവം ഉണ്ടല്ലോ. അതില്ലാതാകുമ്പോഴേ
ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് കയറിച്ചെല്ലാൻ ഒരാളില്ലാതാവുക എന്ന് പറഞ്ഞാലേ അത് അനുഭവിച്ചെന്നെ അറിയണം. ഇടയ്ക്ക് വാപ്പയുടെ ഉമ്മയുടെയും കബറ് കാണാൻ പോകുമ്പോൾ അടുത്തടുത്താണ് കബറ്, വാപ്പയുടെ ഉമ്മയുടെയും കബർ അടുത്തടുത്ത്. അപ്പം ഇങ്ങനെ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആലോചിക്കും, ചീത്ത പറയാനെങ്കിലും അവരൊന്നും ഉണ്ടായാൽ മതിയായിരുന്നു. വഴക്കൊക്കെ പറഞ്ഞോട്ടെ, ഒരു ലോകത്ത് എവിടെയെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതിയായിരുന്നു. ഇല്ലാതാവുമ്പോഴാണ് മനസ്സിലാവുക. ഇതാർക്ക് മനസ്സിലാവും? റസൂലിന് മനസ്സിലായി. അതുകൊണ്ട് ഉമ്മല്ലാത്ത ഒരാളുടെ സങ്കടം പറയുമ്പോൾ റസൂലിനത് മനസ്സിലാവും. ഗുരു നിത്യചൈതന്യതൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നേ, അമ്മ മരിച്ച ദിവസമാണ് വന്ന്. അമ്മ മരിച്ച ദുഃഖമൊക്കെ ഗുരുവിൻ്റെ അടുത്ത് വന്നു. ഗുരുവിനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു. കുറേ സമയമായിട്ട് ഇയാൾ തിരിച്ചു പോകുന്നില്ല. അപ്പോൾ ഗുരു ചോദിച്ചു, എന്തേ പോകുന്നില്ലേ, വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഏത് വീട്? അമ്മയില്ലാത്ത വീടൊരു വീടാണോ? അതൊരു കെട്ടിടമല്ലേ എന്ന് ചോദിച്ചു. ഭാര്യ മരിച്ച ഒരാളുടെ ദുഃഖം നബിക്ക് മനസ്സിലാവും. കാരണം നബിയുടെ ഭാര്യ നബിയുടെ കൺമുന്നിൽ വെച്ച് മരിച്ചു പോയിട്ടുണ്ട്. മക്കൾ മരിച്ചു പോയ ഒരാളുടെ ദുഃഖം എന്താണെന്ന് നബിക്ക് മനസ്സിലാവും. കാരണം നബിയുടെ കൺമുന്നിൽ വെച്ച് മക്കൾ മരിച്ചിട്ടുണ്ട്. ഒരു ചേച്ചിയില്ലാത്ത ഒരാളുടെ, ഇത്താത്ത ഇല്ലാത്ത ഒരാളുടെ, അനിയനില്ലാത്ത ഒരാളുടെ, വീടില്ലാത്ത ഒരാളുടെ ദുഃഖം എന്താണ് എന്ന് നബിക്ക് മനസ്സിലാവും. കാരണം എന്താ? ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ. നബിക്ക് കൊടുക്കുന്ന മിഷൻ അതാണ്. പൗലോ കൊയ്ലോയെ അറിയാലോ, ആൽക്കമിസ്റ്റ് വായിച്ച ആൾക്കാരില്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ് സഹീർ. ലഹീർ എന്ന അറബി പദമാണ് സഹീർ. അതിൽ അതിഗംഭീരമായൊരു പുസ്തകമാണ്. അതിൽ ഒരാൾക്ക് അയാളുടെ ഭാര്യയെ നഷ്ടപ്പെടുക. ഭാര്യ ഒരു പത്രപ്രവർത്തകയാണ്, യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയതാണ്. ആൾ തിരിച്ചു വരുന്നില്ല, മാസങ്ങൾ നീണ്ട് പോകുന്നു, തിരിച്ചു വരുന്നില്ല. അവസാനം ഇദ്ദേഹം ഭാര്യയെ തെരഞ്ഞിട്ട് പോവുക. ഭാര്യയെ തെരഞ്ഞ് പല നാടുകളിലൂടെ ചുറ്റി അദ്ദേഹത്തിന് ഭാര്യയെ കിട്ടുന്നില്ല. ഒരുപാട് അന്വേഷിക്കുന്നു, കാണുന്നില്ല, ആളെ കിട്ടുന്നില്ല. അവസാനം ഏതോ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അദ്ദേഹം ആ പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായൊരു വാക്ക് പറയുന്നുണ്ട്. ആ കഥാനായകനെ ഭാര്യയോടെന്ന പോലെ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, എൻ്റെ എസ്തർ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ തേടി വരും. നീ എവിടെ പോയാലും ഞാൻ നിന്നെ തേടി വരും. അതെന്തുകൊണ്ടെന്നറിയോ? എന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നീ ആയതുകൊണ്ടൊന്നല്ല, എന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് എടോ നീ ആയതുകൊണ്ട്. ബൈബിളിലെ ഒരു കഥയുണ്ട്. ഒരു രാജാവിനെ കുറിച്ച് ഒരു പ്രവാചകൻ കാണുന്ന ദർശനമാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എന്താണെന്നറിയോ? ഒരു ശില്പം. ആ ശില്പത്തിൻ്റെ എല്ലാ അവയവങ്ങളും ലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കണത്. ലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇരുമ്പ് കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ അവയവവും. പക്ഷേ കാൽപാദമില്ലേ, കാൽപാദം, ആ കാൽപാദം ഉണ്ടാക്കിയിരിക്കണത് എങ്ങനെയാണെന്നറിയാം? കളിമണ്ണുണ്ട്. ശരിക്കും കാൽപാദമല്ലേ ലോഹം കൊണ്ടുണ്ടാക്കേണ്ടത്, അല്ലേ? അവിടെയല്ലേ നമ്മൾ നിൽക്കുന്നത്. പക്ഷെ കാൽപാദം ഉണ്ടാക്കിയിരിക്കുന്നത് കളിമണ്ണുണ്ട്. എന്താ? എത്ര ശക്തനായ മനുഷ്യനും ചെറിയ പ്രലോഭനങ്ങളിൽ തട്ടി വീഴും. എത്ര ശക്തനായ മനുഷ്യനാണെന്ന് പറഞ്ഞോളൂ. ചെറിയ പ്രലോഭനങ്ങളിൽ തട്ടി മുറിയുന്ന, വേദനിക്കുന്ന, പിടഞ്ഞു മറിയുന്ന, പിന്നെയും അവിടുന്ന് എഴുന്നേറ്റ് അടുത്ത പ്രലോഭനത്തിൽ തട്ടി വീഴുന്ന അത്രയും ദുർബലനാണ് മനുഷ്യൻ. ഏത് മനുഷ്യൻ? നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന മനുഷ്യൻ. അത് ഇണയായിട്ടോ, മക്കളായിട്ടോ, സുഹൃത്തായിട്ടോ, ആരായിട്ടോ. അതുകൊണ്ട് പെർഫെക്ഷനെ കുറിച്ച് യാതൊരു ചിന്തയും വേണ്ട. എങ്ങനെയാണോ മനുഷ്യൻ അങ്ങനെ അക്കമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആകെ സാധ്യമായ കാര്യം. ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീയിങ്. അതാണ് പഠിച്ചവൻ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ് കേട്ടോ. ഏത് മനുഷ്യൻ? ഈ ക്ലേ ഫീറ്റുള്ള മനുഷ്യൻ, കാൽപാദം കളിമണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ. ചെറിയ പ്രലോഭനങ്ങളിൽ തട്ടി വീഴും. അതുകൊണ്ട്
നിരന്തരമായി മാപ്പ് കൊടുക്കേണ്ടി വരും. ഒരാൾക്ക് തന്നെ പിന്നെയും പിന്നെയും മാപ്പ് കൊടുക്കുകയും ഒരാളോട് തന്നെ പിന്നെയും പിന്നെയും സ്നേഹത്തിലാവുകയും ചെയ്യുന്ന കലയുടെ പേരാണ് കല്യാണം. അല്ലേ അല്ലേ? ഒരാളോട് തന്നെ പിന്നെയും പിന്നെയും സ്നേഹത്തിലാവുകയും ഒരാൾക്ക് തന്നെ പിന്നെയും 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 മടുക്കാതെ മാപ്പ് കൊടുക്കുകയും ചെയ്യുന്ന കലയുടെ പേരാണ് കല്യാണം. അതുകൊണ്ട് മനുഷ്യനെ അക്കമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, റിജക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. മനുഷ്യനെ അക്കമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസം നിറഞ്ഞ കാര്യം. ഈ ഭ്രാന്തൊക്കെ വന്നാൽ, ഭ്രാന്ത് എന്ന് പറഞ്ഞുകൂടാ, മനസ്സിന് പ്രയാസമൊക്കെ ഉണ്ടാവുന്ന ആളുകളില്ലേ, സൈക്കാട്രിക് ആയിട്ടുള്ള വലിയ പ്രയാസമുള്ള ആളുകൾ ആദ്യം എന്താ ചെയ്യുക? എല്ലാ ആളുകളെയും ഒഴിവാക്കുക ചെയ്യുക, അല്ലേ? എന്നിട്ട് ഒറ്റയ്ക്കൊരു റൂമിലിരിക്കാനൊക്കെയാണ് അവരിഷ്ടപ്പെടുക. ആരെയും കാണാനോ ആരെയും അഡ്രസ്സ് ചെയ്യാനോ ഒന്നും അവരിഷ്ടപ്പെടില്ല. ആളുകളെ അവർ റിജക്റ്റ് ചെയ്യുക. ആര്? അതാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? എവരി ഹോം ഇൻ മലബാർ ഈസ് ആൻ അസൈലം. മലബാറിലുള്ളവർക്കൊക്കെ ആ അസുഖമാണ്. ഏതസുഖം? ആളുകളെ റിജക്റ്റ് ചെയ്യുന്ന അസുഖം. വെറുതെ പറഞ്ഞതല്ല ആ വാക്ക്. അറിയാലോ അദ്ദേഹം പറഞ്ഞത് എന്താ പറഞ്ഞത്? കേരളം അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചത്. അന്ന് കേരളം ഉണ്ടായിട്ടൊന്നുമില്ല, അന്ന് മലബാറാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എവരി ഹോം ഇൻ മലബാർ ഈസ് ആൻ അസൈലം. മലബാറുള്ളവർക്കൊക്കെ ഭ്രാന്താണ് എന്ന് പറഞ്ഞു. അത് പറയാനുള്ള കാരണം എന്താണ്? റിജക്ഷൻ. ആരെ റിജക്റ്റ് ചെയ്തു? അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തു. 2 ദിവസം കൊടുങ്ങല്ലൂരിലെ ദേവീക്ഷേത്രത്തിൻ്റെ പുറത്തിരിക്കേണ്ടി വന്ന ആളാണ്. എന്തുകൊണ്ടെന്നറിയോ? ജാതി ഏതാണെന്ന് പറയാത്തതുകൊണ്ട്. ദേവീക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ജാതി പറയണമെന്ന് അദ്ദേഹം ജാതി പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ കയറ്റുമായിരുന്നു. കാരണം ആരാ? നരേന്ദ്രദാസ് ദത്തയാണ്, ചെറിയ ആളല്ല. പക്ഷേ നരേന്ദ്രദാസ് ദത്തയ്ക്ക് ജാതിയുണ്ട്, സ്വാമി വിവേകാനന്ദൻ അതില്ല. അതുകൊണ്ട് പറഞ്ഞില്ല. ദേവീക്ഷേത്രത്തിൻ്റെ പുറത്തെ ആൽത്തറയിൽ 2 ദിവസമാണ് ഇരുന്നത്. ഇതേ ആൾ അമേരിക്കയിൽ പോയിട്ട് എന്താ പറഞ്ഞ്? സഹോദരീ സഹോദരന്മാരെ അല്ലേ? കൊളംബസ് ഹാളിലിരിക്കുന്ന 1200 ആളുകളെയും അത്ര നേരവും സംസാരിച്ച മുഴുവൻ ആളുകളും വിളിച്ചത് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എന്നാണ്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് വന്നൊരു സന്യാസി, വശീകരിക്കുന്ന മുഖവും നിഗൂഢമായ കണ്ണുകളുമുള്ള ചുറുചുറുക്കുള്ള ഒരു സന്യാസി വേദിയിലേക്ക് ഇങ്ങനെ കയറി വന്നിട്ട് കൊളംബസ് ഹാളിലിരിക്കുന്ന 1200 ആളുകളെയും വിളിച്ചിട്ട് പറഞ്ഞൊരൊറ്റ വാക്ക്, മുഴങ്ങിയ വാക്ക്: അമേരിക്കയിലെ എൻ്റെ സഹോദരീ സഹോദരന്മാരെ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ അമേരിക്ക. 1200 ആളുകളും എഴുന്നേറ്റ് നിന്ന് 5 മിനിറ്റാണ് കൈയടിച്ചത്. ഇന്നവിടെ കൊളംബസ് ഹാളിൽ ഇല്ല, ഷിക്കാഗോയിൽ ഇന്ന് കൊളംബസ് ഹാളിൽ ഇല്ല. പക്ഷേ ആ കൊളംബസ് ഹാൾ നിന്നിടത്ത് ഇന്നൊരു സ്റ്റാച്യു ഉണ്ട്, ഒരു ശില്പമുണ്ട്. ആരതാണെന്നറിയാം? വശീകരിക്കുന്ന കണ്ണുകളും നിഗൂഢമായ മുഖവുമുള്ള ആ ചെറുപ്പക്കാരൻ്റെ ശില്പമാണ്. ഇതേ ആൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് പറഞ്ഞതാ, നമ്മളെക്കുറിച്ച് പറഞ്ഞതാ, ഓർക്കൊന്നും തലയ്ക്ക് സുഖമില്ല. അതിൻ്റെ കാരണം എന്നിട്ട് ഈ ദേവീക്ഷേത്രത്തിൻ്റെ പുറത്തിരിക്കുന്ന ആൾ സാധാരണക്കാരനായ ഒരാളല്ല എന്ന കാഴ്ചയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായേ. അപ്പോൾ അവിടുത്തെ നാട്ടുരാജാവുണ്ട്, എന്തോ കൊച്ചുണ്ണി തമ്പുരാന്നോ എന്തോ പേരുള്ള ഒരാൾ. അദ്ദേഹം വന്നിട്ട് ഈ സ്വാമിയോട് 3-4 ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഇയാളുടെ പാണ്ഡിത്യം അളക്കാൻ വേണ്ടിയിട്ട്. സംസ്കൃതത്തിലാണ് ചോദിച്ചത്. ആ ചോദ്യത്തിനൊക്കെ ഇയാളെ ഞെട്ടിക്കുന്ന മറുപടിയാണ് അദ്ദേഹം പറയണത്. അപ്പോൾ ഈ നാട്ടുരാജാവ് എന്താ പറഞ്ഞതെന്നറിയോ? എന്നാൽ സ്വാമിജിക്ക് ക്ഷേത്രത്തിലേക്ക് കയറാം. സ്വാമി പറഞ്ഞു, ക്ഷേത്രത്തിലേക്ക് സ്വാമിജി കയറുന്നില്ല. എൻ്റെ ദേവി എന്നെ പ്രസാദിക്കാൻ ഞാൻ അതിൻ്റെ അകത്തേക്ക് വരേണ്ട കാര്യമില്ല, എൻ്റെ ദേവി പുറത്തേക്ക് വരുന്നു. റിജക്ഷനെ ആളുകളെ അക്കമഡേറ്റ് ചെയ്യാത്ത സ്വഭാവമില്ലേ? അത് ആൾക്കാരെ കുഴപ്പമില്ല, നമ്മുടെ കുഴപ്പമാണ്. അതാണ് ഈ പറഞ്ഞത്. എനിക്കൊരാളെ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് അയാളുടെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പമാണ്. റിജക്ഷൻ പ്രൂഫ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് കേട്ടോ. ഹൗ ഐ ബീറ്റ് മൈ ഫിയർ ആൻഡ് ബിക്കം ഇൻവിൻസിബിൾ ത്രൂ 100 ഡേയ്സ് ഓഫ് റിജക്ഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്.
ഭയങ്കര രസമുള്ളൊരു ബുക്കാണ്, ഒരു ജാപ്പനീസ് എഴുത്തുകാരൻ്റെതാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നതെന്നറിയോ? അദ്ദേഹത്തിന് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത സാധനങ്ങളൊക്കെ ചെന്നിട്ട് ചോദിക്കുക. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. അങ്ങനെ റിജക്ഷൻ എക്സ്പീരിയൻസ് ആണ്. അതാണ് അദ്ദേഹം പറയണത്, ഹൗ ഐ ബീറ്റ് മൈ ഫിയർ ആൻഡ് ബിക്കം ഇൻവിൻസിബിൾ. ഇൻവിൻസിബിൾ എന്നല്ലേ നല്ല ആർജവുള്ള ആൾക്ക് പറയാം. ഐ ബിക്കം ഇൻവിൻസിബിൾ ത്രൂ 100 days ഓഫ് റിജക്ഷൻ. റിജക്റ്റ് ചെയ്യപ്പെട്ട് അദ്ദേഹം ജീവിതം പഠിച്ചതിൻ്റെ എക്സ്പീരിയൻസ് എഴുതിയ പുസ്തകമാണ്. ആളുകളെ അക്കമഡേറ്റ് ചെയ്യാനാണ് പ്രയാസം, റിജക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. മാനസികമായി പ്രയാസമുള്ള ഒരാൾക്ക് പോലും അത് എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഹൃദയം വികസിക്കുക, ഹൃദയം വലുതാകുക എന്നൊക്കെ പറയില്ലേ, മനസ്സ് വലുതാകുക എന്നൊക്കെ പറയില്ലേ, മനസ്സ് വലുതാകുന്നുണ്ടോ? ഹൃദയം വലുതാകുന്നുണ്ടോ? ഹൃദയം വലുതാകുന്നൊന്നുമില്ല, അതൊരു പമ്പിങ് ഏജൻറ്റ് മാത്രമാണ്. ഹൃദയം വലുതാകുന്നില്ല. പിന്നെ എന്താണ് വലുതാകുന്നത്? നമ്മുടെ ബുദ്ധിയാണ് വികസിക്കുന്നത്. നമ്മുടെ ബ്രെയിൻ സെൽസിനുണ്ടാവുന്ന ഇലുമിനേഷൻ്റെ പേരാണ് മനസ്സ് വലുതാകുക എന്ന് പറയുന്നത്. ഞാനൊരു സംഭവം പറയാം കേട്ടോ. ചൂടെടുക്കുന്നുണ്ട്, ഞാൻ മാക്സിമം പെട്ടെന്ന് അവസാനിപ്പിക്കാം കേട്ടോ. പക്ഷെ പുറത്തെ ആൾക്കാരുണ്ട്, ഞാൻ അവരെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണം. കാരണം ഞാൻ കുറച്ച് നേരം പുറത്തിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അത് ചിലപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഉണ്ടാവും. ഉള്ളു കയറി ആ മോശെ പ്രവാചകനില്ലേ, മൂസാ നബി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. അല്ല വേണ്ട, എന്താണെന്നറിയോ? മൂസാ നബിയുടെ പ്രാർത്ഥനകൾ വളരെ കുറച്ചേ ഉള്ളൂ. അതിലേറ്റവും പ്രധാനമായൊരു പ്രാർത്ഥനയാണ് നമ്മളീ പറഞ്ഞതാണ് പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കുന്നത്? പടച്ചോനെ എൻ്റെ മനസ്സൊന്ന് വലുതാക്കി തരണമേ, എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയമൊന്ന് വിശാലമാക്കി തരണേ. ഇതെപ്പോഴാണ് പ്രാർത്ഥിക്കുന്നതെന്നറിയോ? ആ നാട്ടിലെ ധിക്കാരിയായൊരു രാജാവുണ്ട്, ധിക്കാരിയും അഹങ്കാരിയുമായൊരു രാജാവുണ്ട്. ഫറോവയാണ്. ഫറോവയുടെ അടുത്തേക്ക് മൂസാ നബി പടച്ചവൻ്റെ ദൂതുമായി പോവുക. ആ സമയത്ത് മൂസാ നബി പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ എൻ്റെ മനസ്സൊന്ന് വലുതാക്കി തരണേ. കാരണം എന്താണ്? ഞാൻ പറയുന്നത് അയാൾ സ്വീകരിക്കില്ല, അയാൾക്ക് ദേഷ്യം വരും, അയാൾ എന്നോട് എന്തായാലും ദേഷ്യപ്പെടും. കാരണം അയാളുടെ ഉപ്പും ചോറും കഴിച്ച് വളർന്ന ആളാണ് ഞാൻ, അയാൾ എന്നെ പോറ്റി വളർത്തിയതാണ്. എന്നിട്ട് അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ പറയണം നിങ്ങളല്ല പടച്ചോൻ, വേറൊരു പടച്ചോൻ ഉണ്ട് എന്ന് പറയണം. എന്തായാലും അയാൾക്ക് എന്നോട് ദേഷ്യം വരും. അതുകൊണ്ട് പടച്ചോനെ, അയാൾ ദേഷ്യപ്പെടുമ്പോൾ, അയാൾ എന്നെ തിരസ്കരിക്കുമ്പോൾ, അയാൾ എന്നോട് ധിക്കാരം പറയുമ്പോൾ എൻ്റെ മനസ്സൊന്ന് വലുതാക്കി തരണമേ. ശരിക്കും മൂസാ നബി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് എന്തായിരുന്നു? പടച്ചോനെ, ഞാനീ പറയുന്ന കാര്യം സ്വീകരിക്കാൻ അയാളുടെ മനസ്സൊന്ന് വിശാലമാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൂടായിരുന്നു? അങ്ങനെ പ്രാർത്ഥിച്ചുകൂടായിരുന്നു? നടക്കൂല. എല്ലാവരും നമ്മൾക്കനുസരിച്ച് പോസിറ്റീവ് ആകണമെന്ന് വിചാരിച്ചാലേ നടക്കൂല. പിന്നെ ആകെ ചെയ്യാവുന്ന എന്താണ്? എല്ലാ ടൈപ്പ് മനുഷ്യന്മാരെ അക്കമഡേറ്റ് ചെയ്യാൻ കുറച്ച് നമ്മളൊന്ന് വഴങ്ങുക എന്നുള്ളത് മാത്രമേ നടക്കുള്ളൂ. അതാണ് ഈ പ്രാർത്ഥന. പടച്ചോനെ, എൻ്റെ മനസ്സൊന്ന് വിശാലാക്കി തരണേ. അയാൾ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന വർത്തമാനങ്ങളൊക്കെ പറയും, ആ സമയത്ത് എനിക്ക് ദേഷ്യം വരരുതേ. വന്നില്ല. ഫറോവ മൂസാ നബിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാം? മൂസാ, നീ കുറേ നേരമായല്ലോ പടച്ചോൻ എന്ന് പറയണേ, ഇതെന്താണ് സാധനം? ആരാണ് എന്നല്ല, ആരാണ് എന്നാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു ആദരവുണ്ട്. എന്താണ് എന്ന് ചോദിച്ചാലോ അതിലെല്ലാ ധിക്കാരവുമുണ്ട്. അങ്ങനെയാണ് ചോദ്യം. നീ കുറേ നേരമായല്ലോ പടച്ചോനെ എന്ന് പറയുന്നത്, ഇതെന്താണ് സാധനം എന്ന് ചോദിച്ചു. നിൻ്റെ പടച്ചോനില്ലേ, അതെന്താണ് സാധനം? നിൻ്റെ പടച്ചോന് എന്നാണ് ചോദ്യം. എൻ്റെ പടച്ചോന് എന്നല്ലേ ഉത്തരം പറയേണ്ടത്, അല്ലേ? അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? എന്താണ് നിൻ്റെ പടച്ചോൻ എന്ന് ചോദിച്ചപ്പോൾ മൂസാ നബിയുടെ മറുപടി പുഞ്ചിരിച്ചു കൊണ്ടുള്ള മറുപടി, ഇതിഹാസ തുല്യമായ മറുപടി. അല്ല ഫിറോൻ, അല്ല ഫറോവ, എൻ്റെ പഠിച്ചോനും നിൻ്റെ പഠിച്ചോനൊന്നുമല്ല, അങ്ങനെയൊന്നും പഠിച്ചോനൊന്നുമില്ല.
നിൻ്റെ പഠിച്ചോൻ എൻ്റെ പഠിച്ചോനൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പഠിച്ചോനേ ഉള്ളൂ. റബ്ബുന, റബ്ബുക്ക എന്നാണ് ചോദ്യം. രണ്ടാളുണ്ട്, മൂസാ നബിയും മൂസാ നബിയുടെ അനുജനുമുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ മൂസാ നബിക്ക് സംസാരത്തിൽ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു, വിക്ക് ഉണ്ടായിരുന്നു. ബൈബിളിൽ വിക്ക് തന്നെയാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ഇതിൻ്റെ സൂചനകളാണുള്ളത്. സംസാരിക്കാൻ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആരെ കൊടുത്തു? സഹോദരനെ സഹായിയായി കൊടുത്തു. സഹോദരനും പ്രവാചകനാണ്. ആലോചിച്ച് നോക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും പെർഫെക്ഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളാണ് പ്രവാചകന്മാർ. ആ പ്രവാചകരിൽ ഒരാൾക്ക് പഠിച്ചോന് ചെറിയൊരു പ്രയാസമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷെ അതൊരു പരിമിതിയാണോ? അതൊരു പരിമിതിയേ അല്ല. അതുകൊണ്ടാണ് എറണാകുളത്ത് അഞ്ചപ്പം എന്നൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്, വിക്ക് ഒരു വൈകല്യമല്ല, സംസാര രീതിയാണ്. വിക്ക് വൈകല്യമല്ല, സംസാര രീതിയാണ്. സച്ചിദാനന്ദൻ്റെ കവിതയാണത്. വിക്ക് വൈകല്യമല്ല, അതൊരു സംസാര രീതിയാണ്. മൂസാ നബി വളരെ പെർഫെക്ഷൻ ആവേണ്ട ഒരാളല്ലേ. അദ്ദേഹത്തിന് ചെറിയൊരു പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ അതുകൂടി അടങ്ങുന്നതാണൊരു മനുഷ്യൻ എന്ന സൂചനയാണത്. അതുകൂടി അടങ്ങുന്നതാണ് പെർഫെക്ഷൻ, മനുഷ്യൻ്റെ പെർഫെക്ഷൻ. അപ്പോൾ ഫറോവയുടെ ചോദ്യം, മൂസാ നബിയുടെ ഉത്തരം, നിൻ്റെ പഠിച്ചോൻ എന്താണ് എന്നാണ് ചോദ്യം. എൻ്റെ പഠിച്ചോനല്ല, നമ്മുടെ പഠിച്ചോൻ. ഫറോവ നമ്മുടെ പഠിച്ചോൻ. എൻ്റെ പഠിച്ചോനും നിൻ്റെ പഠിച്ചോനും അല്ല, നമ്മുടെ പഠിച്ചോൻ. റബ്ബുന അല്ലദീ അഅ്ത കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ആ പഠിച്ചോൻ ആരാ? എല്ലാവരെയും സൃഷ്ടിക്കുകയും അവർക്ക് വേണ്ട വെളിച്ചം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ആളാണ്. എന്തായിരുന്നു ആദ്യത്തെ പ്രാർത്ഥന? എൻ്റെ മനസ്സ് വിശാലമാക്കി തരണേ. മനസ്സ് വിശാലമായി, അക്കമഡേറ്റ് ചെയ്തു. എന്നോടൊരാൾ ചൂടാകുന്നു, ദേഷ്യപ്പെടുന്നു, ഞാൻ തിരിച്ചും ചൂടാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ അയാൾക്ക് കഴിയുന്നു എന്നാണ്. എൻ്റെ ഇമോഷൻസിനെ നിയന്ത്രിക്കാനുള്ള റിമോട്ട് അയാളുടെ കയ്യിലായി. ഞാൻ അയാൾക്കനുസരിച്ച് ദേഷ്യപ്പെടാൻ തുടങ്ങിയല്ലോ. അപ്പോൾ മനുഷ്യനെ അക്കമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, റിജക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല ബുദ്ധി വളർച്ചയുടെ അടയാളം. അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മുടെ സിനിമയാവട്ടെ ഒക്കെ എന്തായിരുന്നു, ആളുകളുടെ അപ്പിയറൻസിനെ കളിയാക്കലായിരുന്നല്ലോ. നമ്മുടെ തമാശകൾ പോലും എന്തായിരുന്നു, ആളുകൾ അപ്പിയറൻസിനെ കളിയാക്കലായിരുന്നു. തടിയുള്ള ആൾ, തടിയില്ലാത്ത ആൾ, ഇവർക്കൊക്കെ നമ്മൾ പേരിട്ടിരുന്നു. സംസാരിക്കാൻ പ്രയാസമുള്ള ഒരാൾക്ക് പേരിട്ടിരുന്നു. കണ്ണിനെന്തെങ്കിലും പ്രശ്നമുള്ള ഒരാൾക്ക് നമ്മൾ പേരിട്ടിരുന്നു. ചുണ്ടിനെന്തെങ്കിലും പ്രശ്നമുള്ള ഒരാൾക്ക് നമ്മൾ പേരിട്ടിരുന്നു. നമുക്ക് ആളുകളുടെ അപ്പിയറൻസ് ആയിരുന്നു പ്രധാനം. അതിനെ കളിയാക്കുന്ന തമാശകൾക്ക് നമ്മൾ കൈയടിക്കുകയും ചെയ്തു. എന്നാൽ പുതിയ കുട്ടികൾ അതിന് കൈയടിക്കില്ല. അതുകൊണ്ട് തമാശകളുടെ രൂപം തന്നെ മാറാൻ തുടങ്ങി. തടിയുള്ളവർ, മുടിയില്ലാത്തവർ, തടി കുറഞ്ഞവർ, ഇവരെ ഒക്കെ നായകന്മാരാകുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ തുടങ്ങിയത്. അതിന് കൈയടിക്കാൻ തുടങ്ങി അല്ലേ? ഫീലിംഗ് ത്രൂ എന്ന് പറയും ഇംഗ്ലീഷിൽ അല്ലേ? ഫീലിംഗ് ത്രൂ കമ്പാഷനാണത്. ഒരാൾ എന്താണോ അനുഭവിക്കുന്നത് അത് നമ്മൾ അനുഭവിക്കുന്നത് പോലെ അയാളെ മനസ്സിലാക്കുക. അതാണ് ഫീലിംഗ് ത്രൂ. പുതിയ കുട്ടികൾക്ക് അതിന് കഴിയുന്നുണ്ട്. LKG കുട്ടിക്ക് പോലും കഴിയുന്നുണ്ട്. കാലിന് വയ്യാത്ത കുട്ടി ഉണ്ടെങ്കിൽ കൂടെ അവനെ വാഷ്റൂമിലേക്ക് എടുത്തുകൊണ്ട് പോകും LKG കുട്ടി. നമ്മൾ അവനൊരു പേരിടും. തലമുറയൊക്കെ മാറി. കുട്ടികൾ നമ്മളെക്കാൾ നല്ല കുട്ടികൾ. നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ പാലിയേറ്റീവ് ക്ലിനിക്കുകളിലും ചെന്ന് നോക്കൂ, അവിടെയൊക്കെ ആരാ? നമ്മുടെ ഈ കുട്ടികളാണ്. ഒരിക്കൽ അരീക്കോട് ആണെന്ന് തോന്നുന്നു, മലപ്പുറം ജില്ലയിൽ അരീക്കോട് ഒരു കോഫി ഷോപ്പിൽ ചായ കുടിച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്തിനെ കാത്തിരിക്കുമ്പോൾ കുറേ ആളുകൾ വന്നു പോകുന്നതിനിടയിൽ ഒരു കോളേജ് വിദ്യാർത്ഥി കയറി വരുന്നുണ്ട് ചായ കുടിക്കാനേ. അവൻ്റെ കയ്യിൽ വേറൊരാളുണ്ട്, ഇങ്ങനെ കോരി എടുത്ത് കൊണ്ടുവരിക. ആരാന്നറിയോ? അവൻ്റെ സുഹൃത്ത്. ആ സുഹൃത്തിന് കാലുകളില്ല. കാലുകളില്ലാത്ത ചങ്ങാതിയെ കോഫി ഷോപ്പിലേക്ക് എടുത്തുകൊണ്ട് വരിക, അവൻ്റെ വൈകുന്നേരങ്ങളുടെ ആനന്ദങ്ങളിലേക്ക് എടുത്തുകൊണ്ട് വരിക. ഇത് പണ്ട് കാണാറില്ലല്ലോ. കിടന്നാൽ കിടപ്പിൽ തന്നെ ഇരിക്കും. ഇന്ന് നടക്കാൻ വയ്യാത്ത ആളുകളെ കടൽ കാണാൻ കൊണ്ടുപോകുന്നു, KSRTC ബസ് കൊണ്ടുപോകുന്നു, ഫ്ലൈറ്റിൽ കയറ്റാൻ അവരെ കൊണ്ടുപോകുന്നു. നമ്മുടെ കുട്ടികൾ, കരുണയുള്ള കുട്ടികൾ. അതുകൊണ്ട് വരാനിരിക്കുന്നവരെ വിശ്വസിക്കണം.
ബൈബിളിലൊരു വാക്കാണത്. അവരെ കുറ്റപ്പെടുത്തരുത്, അവരെ വിശ്വസിക്കണം. നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ഒരുപക്ഷെ നമ്മളെക്കാൾ കരുണയുണ്ട്. ഒരു സ്വാർത്ഥരൊന്നുമല്ല. ഞാൻ എത്രയോ ക്യാമ്പസുകളിൽ പോയിട്ടുണ്ട്, എത്രയോ കുട്ടികളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ ഗുണം അവർ സ്വാർത്ഥരല്ല, അത്രയേറെ കരുണയുള്ള കുട്ടികളാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ? കമ്പാഷനാണ്. നമ്മുടെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞില്ല, ആ സമയത്ത് ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങളുടെ രണ്ടാളുകളുടെയും ഇടയിൽ ഉണ്ടാകേണ്ട രണ്ട് കാര്യങ്ങൾ. ആരുടെ? ഭാര്യയുടെയും ഭർത്താവിൻ്റെയും. എന്താ പഠിച്ചവനെ ഓർമ്മിപ്പിക്കുന്നതെന്നറിയാം? കല്യാണം കഴിക്കുകയാണ് രണ്ടാൾക്കാർ. പഠിച്ചവൻ രണ്ട് കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. ഒന്ന് നിശ്ചയമായും സ്നേഹത്തെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്. പിന്നെയോ കരുണ. കരുണ എന്നൊരു ഗ്രന്ഥം തന്നെ ഉണ്ട് മലയാളത്തിൽ. അതെഴുതിയ ആൾ ബോട്ടപകടത്തിൽ മരിച്ചു പോകുമ്പോൾ അയാളുടെ കയ്യിൽ ആ പുസ്തകമായിരുന്നു, കുമാരനാശാൻ. കരുണ. പഠിച്ചവനെ രണ്ട് കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന് നിശ്ചയമായും പ്രണയത്തെക്കുറിച്ച്, പിന്നെയോ കരുണ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒന്ന് പാഷനാണ്, മറ്റേതോ കംപാഷൻ. പാഷൻ ഇങ്ങനെയാണ്, ഇങ്ങനെ. കമ്പാഷൻ ഇങ്ങനെയല്ല, ഇങ്ങനെയാ. കാരണം ഇയാൾ ഇങ്ങനെ ആയിട്ടുണ്ടാവും, ഏതെങ്കിലും കാരണത്താൽ ഇയാൾ ഇങ്ങനെ ആയിട്ടുണ്ടാവും. ജോലി പോയത് കൊണ്ടാകാം, ശമ്പളം കട്ട് ചെയ്തത് കൊണ്ടാവാം, പീരിയഡ്സ് കൊണ്ടാവാം, മെനപ്പോസ് കൊണ്ടാവാം, പിന്നെ ദുഃഖങ്ങൾ കൊണ്ടാവാം, പ്രിയപ്പെട്ടവരുടെ നഷ്ടങ്ങൾ കൊണ്ടാവാം. ഒരാൾ ഇങ്ങനെ ആവുമ്പോഴേ, ഒരാൾ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരല്ല, ഒരാൾ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരാണ് കമ്പാഷൻ. കല്യാണം കഴിക്കാൻ പോവുക രണ്ടാൾക്കാർ. പഠിച്ചവൻ രണ്ട് കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. ഒന്ന് പാഷൻ, മറ്റേത് കമ്പാഷൻ. ഫീലിംഗ് ത്രൂ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമുണ്ട്, പറ്റുമെങ്കിൽ നിങ്ങൾ കാണുന്നത്. ഇംഗ്ലീഷാണ്, പക്ഷേ അതിൽ സംസാരമൊന്നുമില്ല. ഒരു 15 വയസ്സുള്ളൊരു കുട്ടിയാണ്. അവന് പകൽ മുഴുവനും അവൻ്റെ ചങ്ങാതിമാരുടെ കൂടെ ആടിപ്പാടി നടക്കുകയാണ്. രാത്രിയും ആ ചങ്ങാതിമാർ അവൻ്റെ കൂടെയുണ്ട്. അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവളിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ വൈകിയാൽ അവൾ ദേഷ്യപ്പെടുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചങ്ങാതിമാരൊക്കെ പോയി, ഇവൻ ഒറ്റക്കായി. അപ്പോഴും അവൻ്റെ ഗേൾ ഫ്രണ്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഒരു യാചകൻ ഇങ്ങനെ വന്നിട്ട് ഇവനോട് എന്തോ ചോദിച്ചു. ഇവന് ദേഷ്യപ്പെട്ട് അയാൾ ഒഴിവാക്കി. കൊടുക്കാതിരുന്നു എന്ന് മാത്രമല്ല, അയാളെ ഒഴിവാക്കുകയാണ് ദേഷ്യപ്പെട്ട്. പിന്നെ അവനിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് അപ്പുറത്ത് ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ അറിയാം എന്തോ ഒരു പ്രയാസമുള്ള ആളാണ്. ഇവൻ അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നപ്പോഴേ, അയാൾ കാഴ്ചയും കേൾവിയും ഇല്ലാത്തൊരാളാണ്. അയാളുടെ കയ്യിലൊരു നോട്ട് ബുക്ക് ഉണ്ട്, അതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഏതോ ഒരു സ്ട്രീറ്റിലേക്ക് അയാൾക്ക് പോകണം, അത് അവിടേക്കുള്ള ബസ് വരുന്നുണ്ടോ, ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരുമോ. ഇത് വായിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇവനത് കണ്ടു. ഇവൻ അയാളോട് എന്തോ ഒരു സ്നേഹം തോന്നി, അയാളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾക്ക് എന്തോ വെള്ളം വേണമെന്ന് പറഞ്ഞു. വെള്ളം വാങ്ങാൻ വേണ്ടി കുറച്ച് അപ്പുറത്തുള്ളൊരു കഫറ്റീരിയയിൽ പോയി അവിടുന്ന് വെള്ളം വാങ്ങി ഇയാളുടെ പേഴ്സ് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇയാൾക്ക് കണ്ണുമില്ല കാതുമില്ല. ആ പേഴ്സിൽ നിന്ന് വെള്ളത്തിനുള്ള പൈസ കൊടുത്തതിന് ശേഷം ഒരു $10 അവൻ മെല്ലെ കീശയിലിട്ടു. എന്നിട്ട് വീണ്ടും അവർ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് ഇദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ കാഴ്ചയില്ലാത്ത ആൾ, ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു നോട്ട് ബുക്കുണ്ട്. ആ നോട്ട് ബുക്കിൽ എഴുതും, നമ്മൾക്ക് കാണിച്ചു തരും. തിരിച്ച് നമ്മൾ മറുപടി എങ്ങനെയാണ് പറയുക? ഇയാളുടെ കയ്യിൽ ഇങ്ങനെ എഴുതി കൊടുക്കണം, യെസ്, നോ എന്നൊക്കെ. അങ്ങനെ ഇവൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവൻ ചോദിച്ചു, എന്താ ഇത്ര ലേറ്റായി എന്ന് ചോദിച്ചു. ആരോട്? ഈ ബ്ലൈൻഡായിട്ടുള്ള ആളോട്. എന്താ ഇത്രയേറെ ലേറ്റായത് എന്തുകൊണ്ടാണ്? അപ്പോൾ അദ്ദേഹം അവൻ എഴുതി കൊടുത്തു, ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ തിരിച്ച് അതേപോലെ, നീ എന്താ ഇത്രയും വൈകിയത്, വീട്ടിൽ പോകാത്തത് എന്തുകൊണ്ടാണ്? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ നീട്ടി, കയ്യിൽ എഴുതി കൊടുക്കണം, ആണ് അങ്ങനെയല്ലേ? കയ്യിൽ എഴുതി കൊടുക്കണം. പക്ഷെ എഴുതി കൊടുക്കാൻ അവൻ കുറേ സമയമെടുത്തു. കാരണം അവൻ കുറേ നേരമായിട്ട് ആലോചിക്കുകയാണ് എന്താണ് മറുപടി പറയുക. അവസാനം അവൻ എഴുതി, സെയിം, ഞാനൊരു സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നെന്ന് അങ്ങനെ സമയം വൈകിയതാണ്. കുറച്ച് സമയം കഴിഞ്ഞ് അദ്ദേഹത്തിനുള്ള വണ്ടി വന്നു.
ആ വണ്ടിയിലേക്ക് അദ്ദേഹത്തെ അവൻ കയറ്റിയിരുത്തി. എന്നിട്ട് ഡ്രൈവറോട് പറഞ്ഞു ഇദ്ദേഹത്തെ ആ സ്ട്രീറ്റിൽ ഇറക്കണം. ഡ്രൈവർ പറഞ്ഞു ഓക്കെ ഇറക്കും. എന്നിട്ട് അവസാനം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇവൻ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിങ്ങനെ എഴുതി കൊടുത്തു, ആർ യു ഓക്കെ? അപ്പോൾ അദ്ദേഹം അവൻ്റെ കൈ ഇങ്ങനെ വാങ്ങി, എന്നിട്ട് എഴുതി കൊടുത്തു യെസ്. എന്നിട്ട് അതിങ്ങനെ കൈ കൊണ്ട് മായിച്ചിട്ട് അടുത്ത വാക്ക് എന്താണെന്നറിയോ? യു വിൽ ബി ഓക്കെ, യു വിൽ ബി ഓക്കെ. യു ആർ നോട്ട് ഓക്കെ എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കണ്ണും കാതുമില്ലാത്തൊരു മനുഷ്യൻ അവനോട് പറഞ്ഞു ഒക്കെ ശരിയാവും മോനെ, ഒക്കെ ശരിയാകും. അവന് കരച്ചിൽ വന്നു. ഒരു പകല് മുഴുവനും അവൻ്റെ കൂടെ ആടിപ്പാടിയ ചങ്ങാതിമാർക്ക് അവനെ മനസ്സിലായില്ല. ഓരോ സെക്കൻഡിലും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ ഗേൾ ഫ്രണ്ടിനും അവനെ മനസ്സിലായില്ല. വീടില്ലാത്ത കുട്ടിയാണ്, അതുകൊണ്ടാണ് വീട്ടിൽ പോകാത്ത. ചങ്ങാതിമാരൊക്കെ വീട്ടിൽ പോയില്ലേ, എന്തേ അവൻ പോകാത്ത? അവന് വീടില്ല. വീടില്ലാത്ത നിരവധി ആളുകൾ അങ്ങനെ അവിടെ ഉണ്ടാകാറുണ്ട് എന്ന് കണ്ണും കാതുമില്ലാത്ത ആ മനുഷ്യനറിയാം. അതുകൊണ്ട് എന്തുകൊണ്ട് ലേറ്റായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വൈകിയപ്പോൾ അയാൾക്ക് മനസ്സിലായി എന്ത്, ഈ കുട്ടിക്ക് വീടില്ല. അതുകൊണ്ട് അവസാനം അദ്ദേഹം കൊടുത്ത വാക്ക് ഇതാണ്, ഒക്കെ ശരിയാവട്ടോ. ഫീലിംഗ് ത്രൂ. ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര് തന്നെ അതാ, ഒക്കെ ശരിയാവട്ടോ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൾ പറഞ്ഞൊരു അനുഭവം ഉണ്ട്. അവളുടെ വീട് ബേപ്പൂരാണ്. അവൾ PG ചെയ്യുന്നത് പയ്യന്നൂരാണ്. അവൾക്ക് 3 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. അതുകൊണ്ട് അവൾക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ കഴിയില്ല. അവൾ രാവിലെ 5 മണിക്ക് പുറപ്പെട്ട് വൈകിട്ട് 9 മണിക്കും 10 മണിക്കൊക്കെ വീട്ടിൽ തിരിച്ചു വരിക. ഒന്നിനും സമയമില്ല, അവളുടെ മോളെ നോക്കാൻ പോലും സമയമില്ല. നല്ല പ്രയാസമാണ് അവൾക്ക്. കൗൺസിലിംഗ് സൈക്കോളജിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. എങ്ങനെയൊക്കെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത്. ഇത് കേട്ടിട്ട് ഇവർക്ക് സങ്കടമായി. കാരണം ഇവർക്ക് ഒന്നിനും സമയമില്ല, അവളുടെ മോളെ നോക്കാൻ പോലും സമയമില്ല. ഇതൊക്കെ ആലോചിച്ചിട്ട് ഇവൾക്ക് സങ്കടം വന്ന് കൈ ഇങ്ങനെ പിടിച്ചിട്ട് അവൾ കരയുന്നൊന്നുമില്ല, സങ്കടം. ഒരു നിമിഷം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ? കരുണ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റസൂലിനെ കുറിച്ച്. റസൂലിന് ചുറ്റുമുള്ള മനുഷ്യന്മാർക്കൊക്കെ അതാ കൊടുത്തത്. അവിടെ റസൂലിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ വാക്ക് തന്നെ അതായിരുന്നു, കാരുണ്യം. ബിലാലിനെ കുറിച്ച് പറഞ്ഞില്ലേ നേരത്തെ. ബിലാൽ അടിമയായിരുന്നു, അടിമയായി ജീവിച്ച ഒരാളാണ്. ഒരു സ്വാതന്ത്ര്യമില്ലാതെ എല്ലാ പീഡനങ്ങളും സഹിച്ച ആളായിരുന്നു. അദ്ദേഹമാണ് നബിയുടെ അടുത്ത് വരുന്നു, പുതിയൊരു വെളിച്ചം കിട്ടുന്നു, അങ്ങനെ ജീവിതം മാറുന്നു. കുറേ കാലം കഴിഞ്ഞ് നബി ഇല്ലാതായി. നബിയുടെ വിയോഗം. നബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബാങ്കുകാരനായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു നബിക്ക് അദ്ദേഹത്തിൻ്റെ ബാങ്ക്. അങ്ങനെ നബിയുടെ വിയോഗത്തിന് ശേഷം ബിലാൽ ബാങ്ക് കൊടുക്കേയില്ല. എത്ര നിർബന്ധിച്ചിട്ടും ബാങ്ക് കൊടുത്തില്ല. പക്ഷെ ഒരു ദിവസം കുറച്ച് ആളുകൾ, ബിലാലിന് അത്ര ഇഷ്ടപ്പെട്ട ആളുകൾ വന്നിട്ട് ബിലാലിനോട് പറഞ്ഞു, ബിലാലെ ഒന്ന് കേൾക്കണം ഞങ്ങൾക്ക് ആ ബാങ്ക്. ഒരൊറ്റ പ്രാവശ്യം ഒന്ന് കേൾക്കോ, ഒരൊറ്റ പ്രാവശ്യം ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ബാങ്ക് വിളിക്കോ. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ബിലാൽ ബാങ്ക് വിളിക്കാൻ തയ്യാറായി. അങ്ങനെ ബാങ്കിൻ്റെ വചനങ്ങളിങ്ങനെ ചൊല്ലാൻ വേണ്ടി ഒരുങ്ങി ആ പേരിൽ തട്ടി ബിലാൽ വീണു. ബാങ്ക് ഒരു കരച്ചിലായി മാറി.
1000 ഓർമ്മയുടെ നിമിഷങ്ങൾ, 1000 കരുണയുടെ നിമിഷങ്ങൾ. അടിമയായി കഴിഞ്ഞിരുന്നൊരു മനുഷ്യനെ എത്താവുന്ന അത്രയും ഉയർച്ചകളിലേക്ക് പിടിച്ചിരുത്തിയൊരു വലിയ കാരുണ്യത്തെക്കുറിച്ചുള്ള ഓർമ്മയിൽ ബിലാലിൻ്റെ കണ്ഠമിടറി കരഞ്ഞുപോയി. മനുഷ്യനെ കരയിപ്പിക്കാൻ 2 വഴികളുണ്ട് എന്ന് പറഞ്ഞില്ലേ? ഒന്ന് വേദനിപ്പിച്ചാൽ മതി. ആ വേദനിച്ച് ബിലാൽ എത്രയോ കരഞ്ഞിട്ടുണ്ടാവും. ബിലാലിൻ്റെ ഉടമ ബിലാലിനെ എത്രയോ ചവിട്ടിയിട്ടുണ്ട്, മരുഭൂമിയിലൂടെ കെട്ടി വലിച്ചിട്ടുണ്ട്, നെഞ്ചിൽ കല്ല് വെച്ച് വലിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ കരഞ്ഞിട്ടുണ്ടാവും. പക്ഷെ കരയിപ്പിക്കാൻ വേറൊരു മാർഗമുണ്ട്, ഞെട്ടിക്കുന്ന സ്നേഹം. അതാണ് ഇവിടുന്ന് കിട്ടിയത്. കരുണ, മനുഷ്യരായ മനുഷ്യരോട് മുഴുവനും കരുണ. ഞാനും നിങ്ങളും ഇപ്പോൾ ഉള്ള ഒരു സംഘടനയോ പ്രസ്ഥാനമോ എന്താവട്ടെ, അത് ഏതെങ്കിലും ഒരു മനുഷ്യനെ വെറുക്കണമെന്നോ ശത്രുവാകണമെന്നോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യനോട് ശത്രുത പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ, ഈ നിമിഷം അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങണം. നമ്മൾ ആ സംഘടനയുടെ മെമ്പർഷിപ്പ് കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങണം. അതിൻ്റെ പേരാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്, മനുഷ്യത്വം. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. മനുഷ്യർക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്നതിലേക്ക് പോകരുത് കേട്ടോ, അവരോട് സഹകരിക്കുകയേ ചെയ്യരുത്. തർക്കങ്ങളും ശത്രുതയൊക്കെ അല്ലേ നമുക്കിന്ന് കാണാനുള്ളത്, അല്ലേ? ടി വിയിലെ രാഷ്ട്രീയ ചർച്ചകൾ വീട്ടിൽ വെക്കരുത്. കാരണം എന്താണെന്നറിയോ? ഒരു പരസ്പര സ്നേഹമില്ലാത്ത 4 ആളുകളാണ് നിരന്നിരിക്കുന്നത്. അവിടെ സ്നേഹത്തിൻ്റെ ലാംഗ്വേജിൽ ഒന്നും പറയൂല, അവിടെ തർക്കങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഏത് 4 ആളുകൾ, ഒരു സ്നേഹവുമില്ലാത്ത 4 ആളുകൾ, ഒരു കാര്യത്തിലും യോജിപ്പില്ലാത്ത 4 ആളുകൾ നിരന്നിരുന്ന് തർക്കിക്കുന്നത് നമ്മുടെ മക്കൾ കേൾക്കേ ഉച്ചത്തിൽ വെക്കരുത്. നിർബന്ധം ഉണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേട്ടാൽ മതി. തർക്കം സ്നേഹത്തിൻ്റെ ഭാഷയേ അല്ല. മിഷേൽ ഫുക്കോ എന്ന് പറഞ്ഞ വലിയൊരു ഫിലോസഫറുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, തർക്കം എന്ന് പറയുന്നത് ഒരു നല്ല സംസാരത്തെ കേടുവരുത്തുന്ന രീതിയാണ്. കാരണം തർക്കം എപ്പോഴാണ് ഉണ്ടാവുക? ശത്രുതയിൽ നിന്നാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നാരായണ ഗുരുവിനോട്, അദ്ദേഹത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാളുണ്ട്, അദ്ദേഹം പറഞ്ഞു, നാം ഗുരുവിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. ദൈവശാസ്ത്രപരമായിട്ട് ഗുരു അദ്വൈതിയായിരുന്നല്ല. അപ്പോൾ ദൈവശാസ്ത്രപരമായി നാം നിങ്ങളോട് യോജിക്കുന്നില്ല, ഒരു തർക്കം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ഗുരു എന്താ പറഞ്ഞേ? നാം നിങ്ങളോട് യോജിക്കുന്നു എന്ന് പറഞ്ഞു. മനസ്സിലാകുന്നവർക്ക് മനസ്സിലായാൽ മതി, തർക്കം വേണ്ട. കാരണം എന്താണെന്നറിയോ നിങ്ങൾ? തർക്കം ശത്രുതയുടെ ലാംഗ്വേജാണ്. വെറുപ്പ്, ഹോസ്റ്റിലിറ്റി. ഗൂഗിൾ പോലും ഈ അടുത്ത് പറഞ്ഞില്ലേ, അവരുടെ ഡൊമൈൻ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് എന്തിനാ? ഹോസ്റ്റിലിറ്റി വെന്റിലേറ്റ് ചെയ്യാനാണ്, ശത്രുത പ്രചരിപ്പിക്കാനാണ്. കമൻ്റായിട്ടോ പോസ്റ്റായിട്ടോ എന്താണ് ഷെയർ ബട്ടണായിട്ടോ എന്തെങ്കിലും ആയിട്ട് ആളുകൾക്കിടയിൽ വെറുപ്പാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുപ്പിനെ കുറിച്ച് ഞാനൊരു കഥ പറയാം. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് കഴിഞ്ഞു. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് നാസി ക്യാമ്പിലുള്ള അതിലുണ്ടായിരുന്ന ആളുകളൊക്കെ കൂടുതലും എന്താ ചെയ്തതെന്നറിയാം? ആത്മഹത്യ ചെയ്ത്, കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്തു പോയി. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് കുറ്റവിചാരണയ്ക്ക് കിട്ടിയത്. അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ പേര് ഓർമ്മിച്ച് വെച്ചോളൂ. അവരുടെ പേര് ഏണ പത്രി എന്നാണ്. ഏണ പത്രി. ഇവരാരാന്നറിയോ നിങ്ങൾ? ഒരു നാസി പട്ടാളക്കാരൻ്റെ വൈഫാണ്. ഇവരൊരു ദിവസം വൈകുന്നേരം മക്കൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീടിൻ്റെ വാതിലിൽ വന്ന് ആരോ മുട്ടുന്നുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ ആരാന്നറിയോ? 3 ചെറിയ കുഞ്ഞുങ്ങൾ, ജൂതക്കുട്ടികളാണ്. ജൂതന്മാരെ കൊണ്ടുപോകുന്ന ബസ്സിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടതാണ് ഈ കുട്ടികൾ. വിശന്നിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്നതാ. ഈ അമ്മ ആ മക്കളെ ഇരുത്തുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ആ അമ്മയുടെ കുട്ടികൾക്ക് ഉറക്കം തൂങ്ങിയതുപോലെ ഈ കുട്ടികൾക്ക് ഉറക്കം തൂങ്ങുന്നു. കുറേ സമയം ഈ അമ്മ അവരുടെ ഭർത്താവിനെ കാത്തിരുന്നു. നാസി പട്ടാളക്കാരനാണ്, അയാൾ വരുന്നില്ല. അപ്പോൾ ഈ അമ്മ എന്താ ചെയ്തതെന്നറിയോ? ഈ അമ്മ ചെയ്തത് എന്താണെന്നറിയോ? ഈ 3 കുട്ടികളില്ലേ, ഈ 3 കുട്ടികളെയും വിളിച്ചിട്ട് വീടിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊന്നു. കഥയല്ല, ഏണ പത്രി, പേര് ഓർമ്മിച്ച് വെച്ചോളൂ.
ഇത് കേട്ടപ്പോൾ ജഡ്ജി ചോദിക്കുകയാണ്, അല്ല ആ കുട്ടികളൊന്നും പറഞ്ഞില്ലേ? ഭക്ഷണം കൊടുത്ത് നിങ്ങൾ തോക്ക് പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടികളൊന്നും പറഞ്ഞില്ലേ? അവർ പറഞ്ഞു, ആ ചെറുതായിട്ടൊന്ന് കരഞ്ഞു. എന്താ? വെറുപ്പ്. വെറുപ്പ് നിരന്തരമായി കേട്ട് 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 കണ്ട് 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 വായിച്ചു 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 വായിച്ച് ഒരു പാവം വീട്ടമ്മയുടെ മനസ്സിൽ പോലും ഉണ്ടായി ഈ കുട്ടികൾ ജീവിക്കാൻ അർഹതയില്ലാത്ത ആളുകളാണ്. ഇതാണ് വെറുപ്പിൻ്റെ പ്രശ്നം. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ അവിടെ വലിയൊരു പ്രളയം ഉണ്ടായി. ഡാന്യൂബ് നദിയൊക്കെ ഇങ്ങനെ കരകവിഞ്ഞൊഴുകാണ്. വലിയ ടൗണിലൂടെയൊക്കെ വെള്ളം ഒഴുകുന്ന സമയത്ത് ആളുകളൊക്കെ കടയുടെ മുകളിലേക്ക് കയറി നിന്ന്, അങ്ങനെ മുകളിലേക്ക് കയറി നിന്നിട്ട് വെള്ളം ഒഴുകുന്ന കാഴ്ചയൊക്കെ കാണുന്ന ആൾക്കാർ. അതിനിടയിൽ ഒരാൾ ആ വെള്ളത്തിലേക്ക് വീണുപോയി. അയാൾ ആ വെള്ളത്തിൽപ്പെട്ട് ആകെ ഒഴുക്കിൽപ്പെട്ട് പരിഭ്രമിക്കുകയാണ്. കരഞ്ഞ് വിളിക്കുന്നൊക്കെ ഉണ്ട്, ആരെങ്കിലും രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട്. ആരും രക്ഷിക്കുന്നില്ല. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ ഓവർകോട്ട് ഇങ്ങനെ അഴിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ ഒരുങ്ങുമ്പോൾ അവിടെയുള്ള മുഴുവൻ ആളുകളും പറഞ്ഞു, അയാളെ രക്ഷിക്കണ്ട, ആ വീണ ആളില്ലേ അയാൾ ജൂതനാണ്, അയാളെ രക്ഷിക്കണ്ടെന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞ എന്താണെന്ന്, ഈ ചെറുപ്പക്കാരൻ, അല്ല അയാൾ ജൂതനല്ല, അയാൾ ജർമ്മൻകാരനാണ്, എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോഴും ഇവർ തർക്കിച്ചു, അല്ലടാ അയാൾ ജൂതനാണ് ജൂതനാണ് ജൂതനാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇയാൾ എടുത്തു ചാടി. കഷ്ടപ്പെട്ട് അയാളെ രക്ഷിച്ചെടുത്തു കൊണ്ടുവന്നു, അവിടെ കിടത്തി. അപ്പോൾ ആളുകളൊക്കെ നോക്കുമ്പോഴേ അത് ജൂതനല്ല, ജർമ്മൻകാരനാ. അപ്പോൾ ഇയാളോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇയാൾ ജൂതനല്ല എന്ന്? ഞാൻ ജൂതനാണ്. അയാൾ പറ, ഞാൻ ജൂതനാണ്. ഇയാളിൻ്റെ മുഖത്തേക്ക് തുപ്പിയിട്ടുണ്ട്, ഇയാളെന്നെ തെറി വിളിച്ചിട്ടുണ്ട്, കാണുന്ന സ്ഥലത്തൊക്കെ വെച്ച് എന്നെ അപമാനിച്ചിട്ടുണ്ട്. ഇയാളുടെ മുഖം ഞാൻ മറക്കില്ല. അയാൾ ജൂതനല്ല ജൂതനല്ല എന്ന് നിങ്ങൾ എത്ര പറഞ്ഞാലും എനിക്കറിയാം അയാൾ ജർമ്മൻകാരനല്ല അല്ല എന്ന് നിങ്ങൾ എത്ര പറഞ്ഞാലും എനിക്കറിയാം അയാൾ നിങ്ങളുടെ നാട്ടുകാരനാണ്. പക്ഷെ ഞാൻ ജൂതനാണ്. അതുകൊണ്ടേ നമ്മളിപ്പോൾ ഉള്ളൊരു സ്ഥലമുണ്ടല്ലോ, അതേത് സംഘടനയാവട്ടെ, ഏത് ഗ്രൂപ്പാകട്ടെ, ഏത് വാട്സാപ്പ് ഗ്രൂപ്പാവട്ടെ, എന്താവട്ടെ, ശത്രുത പ്രചരിപ്പിക്കുന്ന ഒന്നാണ് എങ്കിൽ ഈ നിമിഷം അതിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യത്വം. ഈ സാധനം കൊണ്ട് പറയുന്നതിൻ്റെ പേരല്ല അത്. ഒരു മനുഷ്യനെയെങ്കിലും വെറുക്കാൻ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ നിൽക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് മനുഷ്യത്വം. അതാണ് മഹാഗുരുക്കന്മാർ മുഴുവനും പറഞ്ഞു തന്നത്. തർക്കങ്ങൾ വേണ്ട, തർക്കങ്ങൾ വേണ്ട. മനുഷ്യ സഹജമാണ് തർക്കം, മനുഷ്യ സഹജമാണ് തർക്കം. മനുഷ്യൻ തർക്കിക്കും, ജയിക്കാൻ വേണ്ടി തർക്കിക്കും. മഹാസമ്മേളന നാരായണ ഗുരുവിൻ്റെ മുൻഭാഗത്ത് മതം എഴുതി വെച്ചു, വാദിക്കാനും ജയിക്കാനൊന്നുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. വാദിക്കാനും ജയിക്കാനൊന്നുമല്ല, അറിയിക്കാനും അറിയാനുമാണ്. അതുകൊണ്ട് മനുഷ്യരെ തമ്മിലിങ്ങനെ കൂട്ടിച്ചേർക്കുന്ന കണ്ണികൾ നമുക്ക് ആവശ്യമുണ്ട്. സ്നേഹത്തിൻ്റെ ഭാഷ ഉപയോഗിക്കാൻ ആളില്ലാതെ കിടക്കുകയാണ്. സ്നേഹത്തിൻ്റെ ഭാഷയില്ലേ, ഉപയോഗിക്കാൻ ആളില്ലാതെ കിടക്കുകയാണ്. അതുകൊണ്ട് അതൊന്ന് പൊടിത്തട്ടിയിട്ട് എടുക്കണം, അതൊന്ന് പൊടി തട്ടിയിട്ട് എടുക്കണം. ശത്രുത കൊണ്ടൊന്നും നടക്കാൻ പോണില്ല. നേരത്തെ പറഞ്ഞില്ലേ വെറുപ്പിനെ കുറിച്ച്, ഫിറാഖ് എന്നൊരു സിനിമയുണ്ട്. ഫിറാഖ്, ഒരു ചെറിയ നാട്ടിലുള്ള രണ്ട് ജനവിഭാഗങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാവുകയാണ്, അവർ തമ്മിൽ കലഹം ഉണ്ടാവുകയാണ്. ഒരു ജനവിഭാഗത്തെ വേട്ടയാടുകയാണ്. അതിൽപ്പെട്ട ഒരാൾ ആരും കാണാതെ ഒളിച്ചോടുകയാണ്, പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് ഓടുകയാണ്. അങ്ങനെ ഓടി ആരും കാണാതെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ് മനുഷ്യൻ. അയാളുടെ 8 വയസ്സായ കുട്ടിയുണ്ട് കയ്യിൽ. ആ കുട്ടിയും അച്ഛനും ഇങ്ങനെ, കുട്ടിയും വാപ്പയോ അല്ലെങ്കിൽ കുട്ടിയും പിതാവും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്, ആരും കാണാതെ. രക്ഷപ്പെട്ടു, പോലീസിൻ്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടു, ആരും കാണുന്നില്ല, സമാശ്വാസമായി. പക്ഷെ അപ്പോഴാണ് മുകളിൽ നിന്നൊരു അമ്മിക്കല്ല് വന്നു വീണത്. തൽക്ഷണം 8 വയസ്സായ കുട്ടിയുടെ മുന്നിൽ വെച്ച് ആ അച്ഛൻ മരിച്ചു. നവാസുദ്ദീൻ സിദ്ദീഖിയുടെ കഥാപാത്രമാണ്. ആരാ എറിഞ്ഞതെന്നറിയോ അമ്മിക്കല്ല്? പഴയ അയൽക്കാരനാണ്.
ഇപ്പം അയൽക്കാരനല്ല, ഇപ്പം ശത്രുവാണ്. ഇതാണ് ശത്രുത. അതുകൊണ്ട് ശത്രുത വേണ്ട, ഫീലിംഗ് ത്രൂ മതി. മനുഷ്യൻ്റെ ദുഃഖങ്ങളെ, മനുഷ്യൻ്റെ സങ്കടങ്ങളെ തിരഞ്ഞു പോവുകയാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇവിടെ ഖത്തറിൽ പോയ സമയത്ത് അവിടെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കുട്ടി മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ഖബറ് കാണാൻ വേണ്ടി പോയി. ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടിയുടെ ഉപ്പയും സുഹൃത്തും ഒക്കെ പറഞ്ഞു തന്നൊരു ഒരു സംഭവമുണ്ട്. ഈ കുട്ടി മരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അത് പറയണം. അത് നമ്മുടെ ഈ കേട്ടിൻ്റെ ഇടയിൽ ഒരു മാല ഉണ്ടാവില്ലേ, ഒരു മുത്തുമാല, ഇത് വലിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്തായാലും പറയുക, അത് ലിഫ്റ്റ് ചെയ്യുന്നല്ലേ. ആ മാല ഇങ്ങനെ, പെൺകുട്ടിയാണ്, ഒരു പെൺകുട്ടിക്കൊരു മുത്തുമാല കണ്ടാൽ ആദ്യം എന്താ ചെയ്യുക? അതിങ്ങനെ കഴുത്തിലിടുമല്ലോ. ആ കുട്ടി ഇങ്ങനെ കഴുത്തിലിട്ട് സോഫയുടെ മുകളിൽ കയറി നിന്നിട്ടാണ് അങ്ങനെ ചെയ്തത്. ആ സോഫയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണു, ആ കുട്ടി മരിച്ചു. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? മുത്തുമാലയും പെൺകുട്ടികളും നമ്മുടെ വീട്ടിലുണ്ടാവും, അന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ആ കുട്ടിയെ നഷ്ടപ്പെട്ടത്. അപ്പോൾ കുട്ടികളുടെ ഖബറുകൾ മാത്രമുള്ളൊരു സ്ഥലമുണ്ട് അവിടെ ഉണ്ട് ഈ ഖബർ, പുതിയൊരു ഖബർ. അവിടെ ചെന്ന് ഞങ്ങൾ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത സമയത്ത് കൂടെ ഉണ്ടായിരുന്ന അവർ പറഞ്ഞൊരു സംഭവം എന്താണെന്നറിയോ? ഇങ്ങനെ ഈ കുട്ടിയുടെ ഖബർ കാണാൻ വേണ്ടി വരുന്ന സമയത്തൊക്കെ അപ്പുറത്തുള്ള ഖബറുകളില്ലേ, കുട്ടികളുടെ ഖബറുകൾ, അത് കാണാൻ വേണ്ടിയിട്ടും ആ കുട്ടിയുടെ കുടുംബക്കാരും വീട്ടുകാരൊക്കെ വരും. എല്ലാ ദിവസവും ആരെങ്കിലും വരും. ഇവർ തമ്മിൽ പരിചയമാവും. നിങ്ങളുടെ കുട്ടിക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കും. ഇവർ പറയും, നിങ്ങളുടെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഓരോരുത്തർ ഓരോരോ സങ്കട കഥകൾ പറയും. ഞാനും എൻ്റെ മോളും വണ്ടിയിലെടുത്തിട്ട് പോവുകയായിരുന്നു, എന്തോ മറന്നു, മോളതെടുക്കാൻ വേണ്ടി പോയി. ഞാൻ വണ്ടി തിരിക്കുമ്പോഴേക്ക് എൻ്റെ കുട്ടി വന്നിരുന്നു, അടിയിൽപ്പെട്ട്. വേറെ ഒരാൾ പറഞ്ഞത് കുട്ടിക്ക് നിർബന്ധിച്ചിട്ട് മരുന്ന് കൊടുത്തപ്പോൾ, ഗുളിക കൊടുത്തപ്പോൾ അത് കുടുങ്ങിയിട്ടാണ് ആ കുട്ടി പോയത്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ സങ്കട കഥകളാണ്. ആ സങ്കടങ്ങളാണ് ആ കിടക്കുന്നത്. എന്നിട്ട് എന്താ അവർ ചെയ്തതെന്നറിയോ? ഇവരൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഖബറുകളില്ലേ, അവിടുത്തെ ആളുകളുടെ ആ വീട്ടുകാർ ചേർന്നിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ലോകത്ത് ഇത്രയും ഫീലിംഗ് ത്രൂ ആയിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് വേറെ ഉണ്ടാവുമോ? അതിലുള്ള ഓരോ നമ്പറിൻ്റെയും ഉള്ളിലുള്ള ആ ആളിൻ്റെ ഉള്ളിലുള്ള പൊള്ളൽ എന്താണ് എന്ന് ഓരോ ആൾക്കും അറിയാം അല്ലേ? ഫീലിംഗ് ത്രൂ എന്താണ്? കമ്പാഷനാണ്. നമ്മൾ ഒന്ന് പെടഞ്ഞു വീണാൽ എഴുന്നേൽപ്പിക്കാൻ മനുഷ്യന്മാരേ ഉള്ളൂ. ഈ മനുഷ്യനുണ്ടല്ലോ, വേറെ ആൾക്കാരില്ലാതെ പറ്റൂല. ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന ഈ മൈക്കിൽ നിങ്ങളിത് കേൾക്കുന്നത് ഇതാരോ കണ്ടുപിടിച്ചുകൊണ്ടാണ്. നിങ്ങളിരിക്കുന്ന ഈ കസേര ആരോ ഇവിടെ കൊണ്ടുവന്നിട്ടതാണ്. നമ്മളെടുത്തിരിക്കുന്ന വസ്ത്രം, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഒരു സെക്കൻഡിലൊരു അംശം പോലും മറ്റൊരു മനുഷ്യനില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അത്രയും ആശ്രിതത്വമുള്ള ജീവിയാണ്. ഒരു പശുവിൻ്റെ കുട്ടി എത്ര പെട്ടെന്നാണ് പിടഞ്ഞെഴുന്നേറ്റ് ഓടിപ്പോകുന്നത്. മനുഷ്യൻ അങ്ങനെ ഒന്ന് ഓടിപ്പോകാൻ എത്ര കാലം കഴിയണം? എത്ര മനുഷ്യന്മാർ കൈപിടിക്കണം? എത്ര ആളുകളുടെ തണലും തലോടലും തണുപ്പും അനുഭവിക്കണം? അത്രയും ആശ്രിതത്വമുള്ള ജീവിയാണ് മനുഷ്യൻ. എന്നിട്ട് അതേ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത്രയേറെ ശത്രുതയും പകയും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അവസാനം ഒരൊറ്റ കാര്യം കൂടി പറയാം. ഈ സമാധാനവും ശാന്തിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സമാധാനവും ശാന്തിയും എന്താണെന്നറിയോ? സമാധാനം എന്ന് പറയുന്നത് പുറത്തുനിന്ന് കിട്ടുന്ന, അതിന് ഈ ലോകവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ശാന്തി അങ്ങനെയല്ല, ഒരാൾ അയാളുടെ അകത്ത് അനുഭവിക്കുന്നതാണ്. ലോകം തന്നത് മാത്രമേ ലോകത്തിന് തിരിച്ചെടുക്കാൻ കഴിയുള്ളൂ അല്ലേ? എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഹവ്വ എന്നാണ് അവളുടെ പേര്, ഡോക്ടറാണ്. അവളെ പഠിച്ച് അവൾ ആഗ്രഹിച്ച ജോബിലെത്തി, കല്യാണം കഴിഞ്ഞ് 2 ചെറിയ മക്കളുണ്ട്, അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അതിനിടയിൽ ഈ അടുത്ത് അവളിങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഒന്ന് തെന്നി വീണു. ഒരു അസാധാരണമായ വീഴ്ച. ഇതവളുടെ ഉമ്മയ്ക്ക് എന്തോ ഒരു സംശയം ഉണ്ടാക്കി പരിശോധിച്ചു. അപ്പോഴാണ് അറിയുന്നത് ഗുരുതരമായ രോഗത്തിൻ്റെ ലക്ഷണമായിരുന്നു. അവളിങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ ചെരുപ്പൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോകുന്നത് ഇവൾ അറിയുന്നില്ല. ഇങ്ങനത്തെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായപ്പോൾ
പരിശോധിച്ചു, ഗുരുതരമായ രോഗമാണ്, വളരെ പെട്ടെന്ന് സർജറി വേണം. അവൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടുപോയ ദിവസം വൈകുന്നേരം അവൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞത് എന്തായിരുന്നെന്നറിയാം. അവൾ പറഞ്ഞു, എനിക്കെൻ്റെ മോളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് സങ്കടം. 11 മാസമായിട്ടുള്ള കുട്ടിക്ക്, അവളുടെ കുട്ടിക്ക്, ഇനി എന്നെ കാണുമ്പോൾ എൻ്റെ കുട്ടി എന്നെ അറിയൂലല്ലോ. ഞാൻ ആശുപത്രിയിൽ നിന്നൊക്കെ തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ മോളെന്നെ അറിയൂലല്ലോ. അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്ന് പറഞ്ഞിട്ട് അവൾ കരഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, അവളുടെ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് അവൾ കിടക്കുക. അന്നും അവൾ വിളിച്ചു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അവൾ വിളിച്ചിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? അവൾ പറഞ്ഞു, ഇന്നലെ ഞാൻ എൻ്റെ മോളെ കണ്ടു, അവൾക്കെന്നെ മനസ്സിലായില്ല. പടച്ചോനെ സ്തുതി. അവളെങ്ങാനും എന്നെ മനസ്സിലായിരുന്നെങ്കിൽ അവൾക്ക് ഞാനില്ലാതെ പറ്റൂലല്ലോ. എൻ്റെ കുട്ടിക്ക് എന്നെ മനസ്സിലാവുന്നില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി. പടച്ചോനെ സ്തുതി. ഇതെന്താണെന്നറിയോ? ശാന്തി, സമാധാനം പുറത്തുനിന്നുണ്ടാവുന്നത്. സമാധാനം ലോകത്തുനിന്ന് കിട്ടുകയും ചെയ്യും, ലോകം അത് തിരിച്ചെടുക്കുകയും ചെയ്യും. ലോകവുമായിട്ട് ഭയങ്കര ബന്ധമാണ്. ശാന്തി അങ്ങനെയല്ല. ഒരു വലിയ രാജാവ് വലിയൊരു ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ച് വലിയ സമ്മാനമൊക്കെ വാഗ്ദാനം ചെയ്തു. എന്താണെന്ന് ചിത്രം വരയ്ക്കേണ്ട വിഷയം എന്താണെന്നറിയാം, തീം. അപ്പോൾ എല്ലാ ആളുകളും ശാന്തിയുടെ കുറേ ചിത്രങ്ങൾ, ശാന്തി എന്ന് പറയുമ്പോൾ സമാധാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിത്രങ്ങളില്ല. തെളിഞ്ഞ ആകാശം, പറവകളിങ്ങനെ പാറുന്നു, അങ്ങനെ എന്താണ് പച്ചപ്പുള്ള ഒരു സ്ഥലം, സൂര്യനിങ്ങനെ ഉദിച്ചു വരുന്നു അല്ലേ, അതേപോലെ നല്ല നദിയൊക്കെ ഒഴുകുന്നു, ഇങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാവരും വരച്ചു. എല്ലാവരും വിചാരിച്ചത് അതിനൊക്കെ സമ്മാനം കിട്ടുന്ന, പക്ഷെ സമ്മാനം കിട്ടിയത് അതിനൊന്നുമല്ല. വലിയൊരു ചിത്രകാരൻ വന്ന് മാർക്കിട്ടു, സമ്മാനം നേടിയത് വേറൊരു ചിത്രമായിരുന്നു. അത് പ്രദർശിപ്പിച്ചു. ആളുകളൊക്കെ അതിലേക്ക് നോക്കിയിട്ട് അമ്പരന്നു. കാരണം സമാധാനത്തിൻ്റെ ഒരു ലക്ഷണമില്ല, ശാന്തിയുടെ ഒരടയാളവും ഇല്ല. വറ്റി വരണ്ട് കിടക്കുന്നൊരു പുഴ, ഉണങ്ങിയ ഒരു നിലം, ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ, പാറക്കെട്ടുകൾ, ഇതൊക്കെയാണ്. പക്ഷെ അതിനാണ് ഒന്നാം സമ്മാനം, പീസ്. ആളുകളൊക്കെ തർക്കിച്ചു, ഇതെന്താ ഇതിന് കൊടുത്തതെന്ന് ചോദിച്ചു. എല്ലാവർക്കും ഭയങ്കര പരാതിയായി. അപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാളെ ചിത്രകാരൻ ഇങ്ങനെ വിളിച്ചു. ആ ജഡ്ജില്ലേ, ജഡ്ജി ഇങ്ങനെ വിളിച്ചിട്ട് ആ ചിത്രം അടുത്തുനിന്ന് കാണാൻ വേണ്ടി പറഞ്ഞു. അടുത്തുനിന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. വരണ്ട് കിടക്കുന്ന പുഴ, ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ, വലിയ പാറക്കെട്ടുകൾ, ഉണങ്ങി നിൽക്കുന്ന ഒരു നിലം. പക്ഷെ ആ പാറക്കെട്ടുകൾ രണ്ടായി പിളർന്നതിൻ്റെ ഒരു ചെറിയ തണൽ, ആ തണലിൽ ഒരു പക്ഷി കൂട് കൂട്ടിയിട്ടുണ്ട്. ആ കൂട്ടിലെ പക്ഷി ശാന്തിയോടെ കിടന്നുറങ്ങുന്നുണ്ട്. ഇതാണ് പീസ്. ചുറ്റുമുള്ളതെല്ലാം നമുക്ക് അനുകൂലമാകുമ്പോൾ മാത്രം നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്നതല്ല. ചുറ്റുമുള്ളത് എന്തായിക്കോട്ടെ, നമ്മുടെ ഉള്ളിൽ വെച്ച് പുലർത്തുന്ന ഹോപ്പ്, പ്രതീക്ഷയുടെ പേരാണ് പീസ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള പലതിനും ഒരു കാലത്ത് പ്രാർത്ഥിച്ചിരുന്ന ആളുകളല്ലേ നമ്മൾ, അല്ലേ? ഉറപ്പല്ലേ? ഇന്ന് നമ്മുടെ കയ്യിലുള്ള എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാലത്ത് പ്രാർത്ഥിച്ചിരുന്ന ആളുകളാണ് നമ്മൾ. അതിന് കണ്ണ് ചിമ്മിയിട്ട് പടച്ചവനോട്, ഈശ്വരനോട് ഒരു നിമിഷം താങ്ക് യു എന്ന് പറയണം. ഹോപ്പ്. ഹെർമൻ ഹെസ്സയുടെ ഒരു പുസ്തകമുണ്ട്, സിദ്ധാർത്ഥ എന്ന് പറഞ്ഞിട്ട്. അതിൽ സിദ്ധാർത്ഥ പറയുന്നുണ്ട്, എന്താണെന്നറിയോ? പറയുന്ന വാക്ക് ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. ഐ ക്യാൻ ഫാസ്റ്റ്, ഐ ക്യാൻ വെയിറ്റ്, ഐ ക്യാൻ പ്രേ. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, എനിക്ക് കാത്തിരിക്കാൻ കഴിയും. പിന്നെ പറഞ്ഞൊരു വാക്ക്, എനിക്ക് പട്ടിണി കിടക്കാൻ കഴിയും. ഐ ക്യാൻ ഫാസ്റ്റ്, ഐ ക്യാൻ പ്രേ, ഐ ക്യാൻ വെയിറ്റ്. സൗദിയിൽ നിന്നൊരിക്കൽ ഒരാൾ വന്ന് അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത്, ജോലിയൊക്കെ പോകുന്ന ഉറപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറയും, ഞാൻ നല്ലൊരു കമ്പനിയിലാണ്, നല്ല ശമ്പളമുണ്ട്, പക്ഷേ ആ ജോലി മിക്കവാറും പോകും, നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. വളരെ കൂളായിട്ട് പറയാം, ആ ജോലി മിക്കവാറും പോകും, നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. പക്ഷേ സാറേ, ഞാനില്ലേ, ഞാൻ കുരുത്തക്കേട് കൊണ്ട് വാപ്പയും ഉമ്മയൊക്കെ എന്നെ ഇങ്ങോട്ട് കയറ്റി വിട്ടതാണ്. പഠിക്കില്ല,
അവർക്ക് എന്നെ കൊണ്ട് പ്രയാസമാകും തോന്നിയപ്പോൾ എൻ്റെ നാട്ടിൽ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഞാനിങ്ങോട്ട് വരുമ്പോഴേ എൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു എന്നറിയാം. എൻ്റെ കാലിലൊരു ഹവായി ചെരുപ്പ് ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ചെറിയൊരു കീസ് ഉണ്ടായിരുന്നു, ഒരു കവറ്, അതിൽ 2-3 തുണിത്തരങ്ങളുണ്ടായിരുന്നു, 2-3 ഡ്രസ്സുണ്ടായിരുന്നു. ഞാനിപ്പോൾ ആരാണെന്നറിയോ? എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ട്. എൻ്റെ വാപ്പായെയും എൻ്റെ ഉമ്മയെയും 3-ലേറെ തവണ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി ഞാനിങ്ങോട്ട് കൊണ്ടുവന്നു. എൻ്റെ പഠിച്ചവനില്ലേ എന്നെ കാത്തു രക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് യാതൊരു പരാതിയുമില്ല. ഞാൻ എവിടെ പോയാലും എന്നെ ജീവിക്കാൻ എൻ്റെ പഠിച്ചവൻ എന്നെ സഹായിക്കും. എനിക്ക് പരീക്ഷണങ്ങൾ തരുന്നുണ്ടെങ്കിൽ, അതാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, എനിക്ക് പരീക്ഷണങ്ങൾ തരുന്നുണ്ടെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റുന്നതേ തരൂ. വല്ലാത്തൊരു വാക്കായിരുന്നു അത്. മുസ്തഫ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പെരിന്തൽമണ്ണ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം പറഞ്ഞ വാക്കാണ്, എനിക്ക് താങ്ങാൻ പറ്റുന്നതേ എൻ്റെ പഠിച്ചോൻ തരുള്ളൂ. ഖുർആൻ പറഞ്ഞതാ. എന്താണെന്നറിയോ? ഒരാൾക്കും താങ്ങാൻ പറ്റാത്തത് പഠിച്ചോൻ തരൂല്ല. ഈ കാളയ്ക്കൊക്കെ വെക്കുന്ന നുകമില്ല, നുകം. സാധാരണ ഒരു നുകം വാങ്ങും, എന്നിട്ട് കാളയ്ക്ക് ഇങ്ങനെ കുത്തിക്കൊള്ളിക്കും ചില ആളുകൾ. പക്ഷെ ഒരു നല്ല കർഷകൻ അങ്ങനെ ചെയ്യില്ല. ആദ്യം കാളയുടെ കഴുത്തൊക്കെ അളവെടുക്കും, എന്നിട്ട് ആ അളവിന് പറ്റിയ ഒരു നുകം വാങ്ങിയിട്ട് കാളയ്ക്കനുസരിച്ച് അത് വെച്ചു കൊടുക്കും. ഇതാണ് പഠിച്ചോൻ ചെയ്യുന്നത്. നമുക്ക് വെച്ച് തരുന്ന നുകങ്ങളില്ലേ, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതേ തരും. താങ്ങാനുള്ള ഊർജം നമ്മുടെ ഉള്ളിൽ നേരത്തെ നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കേണ്ട കഴിവേ നമ്മുടെ അടുത്തുള്ളൂ. പൗലോ കൊയ്ലോയുടെ ഒരു പുസ്തകമുണ്ട്, നേരത്തെ പറഞ്ഞ്, നല്ല രസമുള്ളൊരു പുസ്തകമാണ്, പേരേ മറന്നുപോയി. അതിൻ്റെ മലയാളത്തിലുള്ള പേര് ഇങ്ങനെയാണ്, ഒഴുകുന്ന നദി പോലെ ആണ്. ഇംഗ്ലീഷിലെ പേരേ മറന്നുപോയി. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ലൈക്ക് ഫ്ലോവിങ് റിവർ എന്നോ അങ്ങനെ എന്തോ. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇറാനിലുള്ള ആളാണ്, അരാഷ് എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹം അയച്ച കത്താ പൗലോ കൊയ്ലോയ്ക്ക്. ആ കത്തിൽ എന്താണെന്നറിയോ? അദ്ദേഹം പറയാം, ഞാൻ ഇന്ന് വൈകുന്നേരം ടൗണിലേക്ക് പോയിട്ട് അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്തു. ഞാൻ ആകെ നനഞ്ഞു. എൻ്റെ കയ്യിൽ കുടയുണ്ട്, പക്ഷേ കാറിലേക്ക് ഞാൻ ഓടുന്ന അത്രയും സമയം ഞാൻ മഴ കൊണ്ടു, ആകെ നനഞ്ഞു. കാറിലെത്തി, ഞാൻ കുടയെടുത്ത് ചൂടി, മഴയിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. മനുഷ്യന്മാരായ നമ്മളെപ്പോഴും ഇങ്ങനെയാണല്ലോ. എന്തൊരു പ്രതിസന്ധി വരുമ്പോഴും പെട്ടെന്നാണ് വരിക, സൂചനയൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് വരും. പക്ഷേ അതിനെ തടുക്കാനുള്ള കൊട, താങ്ങാനുള്ള കരുത്ത്, നേരിടാനുള്ള ഊർജം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളെപ്പോഴും അത് എവിടെയോ മറന്നു വെക്കും. അത് കണ്ടെടുക്കാനുള്ള ഓട്ടമില്ലേ, ആ ഓട്ടം വരെ നമ്മൾ മഴ കൊള്ളും. ഇതൊരു ബ്യൂട്ടിഫുള്ളായ ഉദാഹരണം അല്ലേ? ഇതന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്തൊരു പ്രതിസന്ധി വരുന്നുണ്ടോ, അതിനെ നേരിടാനുള്ള ഊർജമുണ്ട്. അത് നമ്മുടെ പ്രതീക്ഷകളാണ്. അവസാനം ഞാനൊരു കഥ പറഞ്ഞിട്ട് നിർത്തുന്നു. ജിബ്രാൻ്റെ കഥയാണ്. ഒരു പ്രവാസിയായ ആളാണ്, ചെറിയ ജോലിയാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇങ്ങനെ ശേഖരിച്ച് അദ്ദേഹം കൊല്ലം കൂടുമ്പോൾ വീട്ടിലേക്കൊരു പോക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവൾക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ കുഞ്ഞു സമ്മാനങ്ങളൊക്കെ വാങ്ങി ഒരു പെട്ടി നിറച്ച് ആ പെട്ടിയും കൊണ്ടാണ് വീട്ടിലേക്കുള്ള പോക്ക്. പക്ഷെ വീട്ടിലേക്കുള്ള പോക്കിൽ ഒരു പുഴയിലൂടെ പോകണം. അങ്ങനെ പുഴയിലൂടെ കടവ് കടന്ന് തോണിയിലിരിക്കുന്ന സമയത്ത് പുഴയിൽ ആ കടത്ത് തോണിക്കാരൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് നീന്തൽ അറിയോ? അദ്ദേഹം പറഞ്ഞു, ഇല്ലല്ലോ. അയ്യോ, മഴ വരുന്നുണ്ട്, നല്ല പ്രശ്നം ആയിരിക്കും, കാറ്റും കോളും ഒക്കെ ഉണ്ട്, തോണി വീഴാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾ നീന്തൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ നല്ല പ്രയാസമായിരിക്കും, എങ്ങനെയെങ്കിലും അക്കരെ എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നതിനിടയിൽ കാറ്റിലും കോളിലും പെട്ട് തോണി മറിഞ്ഞു. തോണിക്കാരൻ ആ ആർത്തിരമ്പുന്ന വെള്ളത്തിലൂടെ ഇങ്ങനെ നീന്തിയിട്ട് ആർത്തലച്ചിട്ട് മെല്ലെ ഇങ്ങനെ കയറി വരുമ്പോൾ അയാളുടെ മനസ്സിൽ മുഴുവനും ആ പാവം പ്രവാസിയായിരുന്നു. അയാൾ എന്തായാലും മരിച്ചു പോയിട്ടുണ്ടാവും, അയാളുടെ കുടുംബം, അയാളുടെ ആ പെട്ടിയിലെ സാധനങ്ങൾ, അത് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ. ഈ തോണിക്കാരന് ഭയങ്കര സങ്കടമായി. പക്ഷെ തോണിക്കാരൻ കരയിലെത്തിയപ്പോഴല്ലേ ആ പ്രവാസിയില്ലേ കരയിലുണ്ട്, നനഞ്ഞു കുളിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇയാൾ ചോദിച്ചു, കള്ളം പറഞ്ഞതല്ലേ, നീന്തൽ അറിയില്ല എന്ന്, ഇങ്ങനെയൊന്നും കള്ളം പറയരുത് കേട്ടോ.
അയാൾ പറഞ്ഞു, അല്ല, കള്ളം പറഞ്ഞല്ല, എനിക്ക് നീന്തൽ അറിയൂല. പിന്നെ എങ്ങനെയാണ് ഈ ആർത്തിരമ്പുന്ന വെള്ളത്തിലൂടെ നിങ്ങളിങ്ങോട്ട് കയറി വന്നത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. എനിക്കറിയൂല. പക്ഷേ ഈ പെട്ടിയും കൊണ്ട് ഞാൻ വീണപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവനും എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖമായിരുന്നു, എൻ്റെ പ്രിയപ്പെട്ടവളുടെ മുഖമായിരുന്നു. ഞാനില്ലാതിരിക്കുമ്പോൾ അവരനുഭവിക്കുന്ന അനാഥത്വമായിരുന്നു. ഞാനില്ലാത്ത വീടിനെക്കുറിച്ചായിരുന്നു എൻ്റെ ചിന്ത. എൻ്റെ മക്കളുടെ കരച്ചിലായിരുന്നു എൻ്റെ മനസ്സിൽ. ഇതാലോചിച്ചപ്പോഴേ എവിടുന്നാണെന്നറിയില്ല, എൻ്റെ കയ്യിന് എന്തോ ഒരു ശക്തി വന്നു. ഒരു കൈ കൊണ്ട് ഞാൻ എൻ്റെ പെട്ടി പിടിച്ചു, മറ്റേ കൈ കൊണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു. അത് നീന്തലായിരുന്നോ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇക്കരെ എത്തി. ഈ പെട്ടിയില്ലാതെ എന്നെ ആ പുഴയിലേക്കൊന്ന് തള്ളിയിട്ട് നോക്കൂ. ഇരുമ്പ് താകുന്നത് പോലെ ഞാൻ താഴും. ഈ പെട്ടി എൻ്റെ പ്രതീക്ഷയാണ്. എൻ്റെ മക്കളാ, എൻ്റെ കുടുംബമാ, എൻ്റെ കൂട്ടാ, എൻ്റെ സുഹൃത്തുക്കളാ, എൻ്റെ വാപ്പയാ, എൻ്റെ ഉമ്മയാ, എൻ്റെ പ്രതീക്ഷയാണ് ഈ പെട്ടി മുഴുവനും. അതുണ്ടാകുമ്പോൾ എനിക്ക് പൊങ്ങി നിൽക്കാനുള്ള ഊർജ്ജമുണ്ട്, എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ഊർജ്ജമുണ്ട്, താണു പോകാതിരിക്കാനുള്ള ഊർജ്ജമുണ്ട്. ഇതൊരു സ്ഥലത്ത് പറഞ്ഞു ഈ കഥ. ഈ കഥ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോഴേ ഒരമ്മ ഇങ്ങനെ എഴുന്നേറ്റു. ഇപ്പം നിർത്തട്ടോ. ഒരമ്മ ഇങ്ങനെ എഴുന്നേറ്റിട്ടെ അവർ പറഞ്ഞു, ആൾ ഞാനാണ്. 19 വയസ്സുള്ള സമയത്താണ് എന്നെ വിട്ട് പോയത്. ആൾ മരിച്ചു. എൻ്റെ 2 ഒക്കത്തും 3 വയസ്സും 1 വയസ്സുള്ള കുട്ടികൾ. പുഴയൊന്നും ആയിരുന്നില്ല സാറേ, നടുക്കടലായിരുന്നു. പുഴയൊന്നും ആയിരുന്നില്ല സാറേ, നടുക്കടലായിരുന്നു. എങ്ങനെയാ ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തിയത്? എങ്ങനെയാ ഞാൻ ആ കടൽ കടന്നു വന്നത്? എനിക്കിപ്പോഴും അറിയില്ല സാറേ. എന്നോട് ആരെങ്കിലും അതിനൊരു ഉത്തരം ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഉത്തരമില്ല. എങ്ങനെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത്, അള്ളിപ്പിടിച്ച് നിന്നത്? എനിക്കതിന് ഉത്തരമില്ല സാറേ. ഉത്തരമുണ്ട്. പടച്ചോൻ. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, വിഷയാസ്പദമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുകൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ പിന്നെ സദസ്സിൽ നിന്ന് ചോദിക്കാം. ചോദിക്കുന്നവർക്കും അതുപോലെ തന്നെ ഉത്തരം കേൾക്കുന്നവർക്കും അതൊരു പിന്നെ നന്മയുടെ അറിവിലേക്ക് വേണ്ടി നമ്മൾ നിലനിർത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാം. ഒരു കണ്ണട കയ്യിൽ ഇവിടെ വെച്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അവകാശികൾ ഓക്കെ, അവകാശം കിട്ടി. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും? ഓക്കെ, വൈകി എന്നുള്ളത് കൊണ്ട് ഉണ്ടോ? ഒരു മിനിറ്റ്. അസ്സലാമു അലൈക്കും. ഗഫൂർ സാഹിബിൻ്റെ ഒരുപാട് സ്പീച്ച് കേട്ടതാണ്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ഓർമ്മശക്തി നിലനിർത്തിക്കാൻ? അത്രയും ഓർമ്മശക്തി ഇല്ലാത്ത ആളുകളാണ് ഞങ്ങളൊക്കെ. പക്ഷെ എങ്ങനെയാണ് നിങ്ങൾ ഇത്രത്തോളം ഓർമ്മശക്തി നിലനിർത്തിക്കൊണ്ടു പോകുന്നതെന്നുള്ള ചെറിയ ചോദ്യമാണ് എടുത്ത്. ചോദ്യങ്ങൾ വിഷയാസ്പദമായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനുള്ള ഉത്തരവും ഞാൻ അവസാനം പറഞ്ഞ വാക്കാണ്, പടച്ചോൻ. അല്ല, നമ്മൾക്ക് എന്ത് കഴിവുള്ളത് അല്ലേ? ആരാ ചോദ്യം ചോദിച്ചേ? പടച്ചോൻ. അങ്ങനെ പറയുമ്പോഴേ നമ്മുടെ തല ഉറുമ്പിനെ പോലെ താഴുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കേടുവരും. അതെൻ്റെ കഴിവാണ്, അല്ലെങ്കിൽ അതുവേണ്ടി ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ കേടുവരാൻ തുടങ്ങും അല്ലേ? ആർഗ്യുമെന്റ് പാടില്ല എന്നാണ് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത്. ആർഗ്യുമെന്റ് എപ്പോഴും നമ്മുടെ ശത്രുതയിലേക്ക് നയിക്കുമെന്ന്. പക്ഷേ നമ്മൾ ശരി എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി തീർത്തും തെറ്റ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ആളുകളോട് ആർഗ്യുമെന്റ് ചെയ്യാതെ എങ്ങനെയാണ് നമ്മളുടെ തെറ്റ് മനസ്സിലാക്കുക? തർക്കങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ട ഒരു സാധനമുണ്ട്. അതെന്താണെന്നറിയോ? സംവാദങ്ങൾ. സംവാദത്തിൻ്റെ ഭാഷ എന്താണെന്നറിയോ? ചുരുക്കി പറഞ്ഞാൽ, ഞാൻ പറയുന്നത് ശരിയാണ്,
എന്നെനിക്ക് സ്ഥാപിക്കാൻ കഴിയണം. എങ്ങനെ? നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയാതെ. ആ മിടുക്കിൻ്റെ പേരാണ് സംവാദം. എങ്ങനെ? അവിടെ തർക്കമുണ്ടാവും. അപ്പം നമുക്ക് ചെയ്യാവുന്നത് നേരത്തെ പറഞ്ഞ നാരായണ ഗുരുവിൻ്റെ സൂത്രം മാത്രമാണ്. ഒരു കാര്യം തർക്കത്തിലേക്ക് പോകാൻ തുടങ്ങി, അപ്പോൾ ഗുരു ആ ബസ്സിൽ നിന്ന് ഇറങ്ങും. സംവാദം എന്താ പറഞ്ഞില്ലേ? ഞാൻ പറയണത് രണ്ടാൾ, മറ്റത് അറിവ് കൈമാറ്റമാണ്. മറ്റതങ്ങനെയല്ല, എനിക്ക് ജയിക്കണം, നിങ്ങൾ തോൽക്കുകയും വേണം. അതാണ് എപ്പോഴും സംവാദങ്ങൾ, തർക്കങ്ങൾ. നല്ല ഡയലോഗ് ഉണ്ടാവില്ല. എപ്പോഴാണ് ഞാൻ ഒരു ഡയലോഗിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് സ്ഥാപിക്കാൻ കഴിയണം. എങ്ങനെ? നിങ്ങൾ പറയുന്നത് തെറ്റ് 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 എന്ന് പറയാതെ. ആ മിടുക്കിൻ്റെ പേരാണ് ഡയലോഗ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് സംവാദങ്ങൾ കുറയുകയും വിവാദങ്ങൾ കൂടുകയും ചെയ്യുന്നു, അല്ലേ? പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പേര് പോലും നമ്മളെ ഗ്രൂപ്പുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു കാലത്താണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പൊതുവേദികൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? നല്ലൊരു ചോദ്യം കേട്ടോ, അടിപൊളി ചോദ്യം. കയ്യം തരൂ. നമ്മൾ രണ്ടാളുകൾ ഹോട്ടലിലേക്ക് ചെന്നിട്ട്, ഇപ്പം ഞാനും സാറും പോവാ, എന്നിട്ട് ഞാൻ പറയാം 2 ചായ. അപ്പോൾ സാറ് പറയാം ഞാൻ ചായ കുടിക്കില്ലടാ, ഞാൻ കോഫിയാണ് കുടിക്കുക. അപ്പം ഞാൻ എന്ത് പറയും? എന്നാൽ 1 ചായ 1 കോഫി. ഞാൻ ചായയും കുടിക്കും, സാറ് കോഫിയും കുടിക്കും. നമ്മൾ രണ്ടാളും സന്തോഷമായിട്ട് പിരിയും. ഒരു പ്രശ്നമില്ല. എന്താ ഞാൻ കുടിക്കണ ചായ നിനക്ക് കുടിച്ചാലെന്ന് ചോദിക്കില്ല. എന്താ ഞാൻ കുടിക്കണ കോഫി നിനക്ക് ഇറങ്ങൂലേ എന്നും ചോദിക്കില്ല. കാരണം നമുക്കറിയാം ചിലർക്ക് ചായയാണ് ഇഷ്ടം, ചിലർക്ക് കോഫിയാണ് ഇഷ്ടം. അത് നമ്മൾ സമ്മതിക്കും. എന്നാൽ ഇതേ 2 ആളുകൾ പിന്നെ പോകുന്നത് 2 ഓഫീസിലേക്ക്. മതമാകാം രാഷ്ട്രീയമാകാം, എന്തായി? ശത്രുക്കളായി. കോഫി ചായ എന്നുള്ളത് നമ്മൾ സമ്മതിക്കും, നമുക്ക് കുഴപ്പമില്ല. എന്നാൽ ആശയങ്ങളുടെ കാര്യത്തിൽ നമ്മൾ സമ്മതിക്കില്ല. തർക്കങ്ങളായി, പ്രശ്നങ്ങളായി, അക്രമങ്ങളായി, ഓഫീസിലേക്ക് കയറലായി, കൊല്ലലായി. ആശയം മാറിയാൽ ആയുധം കൊണ്ടതിൻ വാശി തീർക്കുന്നൊരു നാട് ഭ്രാന്താലയം ആയി മാറി. ആശയം മാറിയാൽ ആയുധം കൊണ്ടതിൻ വാശി തീർക്കുന്നൊരു നാട് ഭ്രാന്താലയം. അതാണ് സാറ് ചോദിച്ചത്. അപ്പോൾ ഓരോ ചായയിലും കോഫിയിലുള്ള വ്യത്യാസം നമ്മൾ സമ്മതിക്കും, അതേസമയം ആശയങ്ങളിലുള്ള വ്യത്യാസം നമ്മൾ സമ്മതിക്കില്ല. ജനറ്റിക്കലി പോലുള്ള കാരണങ്ങളുണ്ട്, ഇഷ്ടാനിഷ്ടങ്ങളിലെ. ഇപ്പം എനിക്ക് കറുപ്പാണ് ഇഷ്ടം, നിങ്ങൾക്ക് വൈറ്റാണ് ഇഷ്ടം. ഇതേപോലെ തന്നെയാണ് ആശയങ്ങളും. എനിക്ക് ആ നേതാവിനെയാണ് ഇഷ്ടം, നിങ്ങൾക്ക് വേറൊരു നേതാവിനെയാണ് ഇഷ്ടം. ഖുർആൻ പറയുന്നുണ്ട് വമാ യസാലൂന മുഖ്തലിഫീൻ, കാലാകാലവും വ്യത്യാസങ്ങളുണ്ടാവും. നിങ്ങൾ മനുഷ്യന്മാരെ ഒന്നാക്കാൻ ശ്രമിക്കേ വേണ്ട, വ്യത്യാസങ്ങളോടെ സ്വീകരിക്കൂ. അതാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അല്ലേ? ഹലോ. ഇപ്പോൾ ഈ തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞല്ലോ, അതിന് പകരം ഇപ്പോൾ പ്രത്യേകിച്ച് വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ നമ്മളവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ കാര്യങ്ങളൊന്നും പറയാനുള്ള ഒരു അവസരമല്ലല്ലോ, പ്രത്യേകിച്ച് ഫാമിലി ഗ്രൂപ്പൊക്കെ ആകുമ്പോൾ. അതിനുള്ള ഒരു പരിഹാരം എന്തായാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞത് തർക്കങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴല്ല കേട്ടോ, ശത്രുതയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. ഇപ്പോൾ ചില സംഘങ്ങൾ, വാട്സപ്പ് ഗ്രൂപ്പ് വിട്ടോളൂ, ചില സംഘങ്ങൾ, കൂട്ടായ്മകൾ, പ്രസ്ഥാനങ്ങൾ, കാര്യമായിട്ട് അവിടെ നടക്കുന്ന ഡിസ്കഷൻ എന്താ? അവർക്ക് എന്ത് ചെയ്യാമെന്നല്ല, മറ്റുള്ളവൻ്റേത് എന്ത് തകർക്കാമെന്നും തടയാമെന്നുമാണ്. അത്തരം സംഘങ്ങളെക്കുറിച്ചാണ് പറഞ്ഞ വലാത്ത ആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ ഒരു കാരണവശാലും സഹകരിക്കരുത്, നിർദ്ദേശമാണ്. ഒരു കാരണവശാലും സഹകരിക്കരുത്, സഹായിക്കരുത്. ആരെ? 2 കാര്യങ്ങൾ. 1 ഇസ്മ, തെറ്റുകൾക്ക്. 2 ഉദ്വാൻ, ശത്രുതയ്ക്ക്. 5 പൈസ സഹായം കൊടുക്കരുത്, സംഭാവന കൊടുക്കരുത്. അതാണ് ശത്രുതയ്ക്ക്, ഹോസ്റ്റലിറ്റി. ശരി, കഴിഞ്ഞു. ഒരു ചോദ്യമുണ്ട് ഡോക്ടറോട്. ഹംസ സാറിനോട് ഒരു ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ ചോദ്യങ്ങളൊന്നുമില്ല ഇപ്പോൾ.
കഴിഞ്ഞ 1 മണിക്കൂർ താങ്കളെ ശ്രവിച്ചിരുന്ന എനിക്ക് ഒരു നിറവാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഗുരു എന്ന് പറയുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുള്ള ഒരു ദിവ്യ മനുഷ്യനൊന്നുമല്ല, ചോദ്യങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു മഹത് സാന്നിധ്യമാണ്. അതാണ് താങ്കൾ. എൻ്റെ മനസ്സിലിപ്പോൾ അതാണ്, നിറവാണ്. ഞാനൊരു മുസ്ലിം അല്ല, ഞാൻ ഈ സംഘടനയുടെ അംഗമല്ല. താങ്കൾ ചിലപ്പോൾ എന്നെക്കാട്ടിലും പ്രായത്തിൽ ഇളയ വ്യക്തിയായിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ ചെയ്യാൻ ആഗ്രഹമുള്ളൊരു കാര്യമുണ്ട്. താങ്കൾ എന്നെ തടയില്ല എന്ന് വിശ്വസിക്കുന്നു. ഒരു ഗുരു, ഒരു മഹാനായ ഗുരുവിനെ കാണുമ്പോൾ നമ്മുടെ അഹന്തയും അഭിമാനവും വിട്ട് ജാതി മത വ്യത്യാസമില്ലാതെ പ്രായഭേദമില്ലാതെ കാലേ വീഴാൻ തോന്നുന്നൊരവസ്ഥയുണ്ടല്ലോ, ലൈഫിൽ വളരെ റെയറാണ്. പൊതുവെ ഇച്ചിരി അഹന്തയും അഹങ്കാരമുള്ള മനുഷ്യനാണ് ഞാൻ. പക്ഷേ ഈ മനുഷ്യൻ്റെ കാലയിൽ വീഴാൻ ഒരു മനസ്സ് നിറഞ്ഞു തോന്നുന്നൊരു ഫീലുണ്ട് ഇപ്പോൾ എനിക്ക്. അതാണ് ഇപ്പോൾ ചെയ്തത്. അതിന് അവസരം നൽകിയ KKMയോടും ഹംസ സാറിനോടും ഇബ്രാഹിം സാറിനോടും വളരെ നന്ദി. താങ്ക് യു.